स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। जननीं शारदां देवी रामकृष्णं जगद्गुरुं पादपद्मे तयोश्रित्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्द सूरये सच्चित् सुख स्वरूपाय स्वामिने तापहारिणे। गजमुग गजमुग गणनाथ गजमुग गजमुग गणनाथ गौरी नन्दन गजवदन गजमुग गजमुग गणनाथ गौरी नन्दन गजवदन गजमुग गजमुग
जय गुरुदेव दयानिधे भक्तन के हितकारी। जय गुरुदेव दयानिधे भक्तन के हितकारी। जय 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 मोह विनाशक जय 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 मोह विनाशक भवबंधन हारी। भक्तन के हितकारी। जय गुरुदेव दयानिधे भक्तन के हितकारी। ब्रह्मा विष्णु सदाशिव का गुरु मूर्ति धारी। ब्रह्मा विष्णु सदाशिव का गुरु मूर्ति धारी। वेद पुराण गरद बखाना वेद पुराण गरद बखाना गुरु की महिमा भारी। वेद पुराण गरद बखाना गुरु की महिमा भारी। भक्तन के हितकारी। जय गुरुदेव दयानिधे भक्तन के हितकारी। जब तप तीर्थ संयम दान जब विरही होवत ज्ञान। जब तप तीर्थ संयम दान गुरु विरही होवत ज्ञान। ज्ञान गर्भ से कर्म काटे ज्ञान गर्भ से कर्म काटे। गुरु नाम सब पादकारी। ज्ञान गर्भ से कर्म काटे गुरु नाम सब पादकारी। भक्तन के हितकारी। जय गुरुदेव दयानिधे भक्तन के तन मन धन सब अर्पण कीजे। तन मागर दी मोक्ष पद लीजे। तन मन धन सब अर्पण कीजे। परमागर दी मोक्ष पद लीजे। सबके साथ सद्गुरु नाम अविनाशी अविकारी। भक्तन के हितकारी। जय गुरुदेव दयानिधे भक्तन के हितकारी। जय 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 मोह विनाशक जय 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 मोह विनाशक भवबंधन हारी। भक्तन के हितकारी।
പാടുക നാം രാമകൃഷ്ണ പരമഹംസ ഗീതികൾ, ചൂടുക നാം നെറുകയില്ല ചരണകമലധൂളികൾ. പാടുക നാം രാമകൃഷ്ണ പരമഹംസ ഗീതികൾ, ചൂടുക നാം നെറുകയില്ല ചരണകമലധൂളികൾ. രാമകൃഷ്ണ മഹിത പാദ സന്തതാനുധാവനം, ശ്രീരാമകൃഷ്ണ ഗുരുവരന്റെ പുണ്യനാമ കീർത്തനം. രാമകൃഷ്ണ മഹിത പാദ സന്തതാനുധാവനം, ശ്രീരാമകൃഷ്ണ ഗുരുവരന്റെ പുണ്യനാമ കീർത്തനം. ജനിത ദുഃഖമോചനം ജനിനൃതി നിവാരണം, മനുജ ദുരിതമാകെ മാറ്റും മധുര വേണുനാദനം. ജനിത ദുഃഖമോചനം ജനിമൃതി നിവാരണം, മനുജ ദുരിതമാകെ മാറ്റും മധുര വേണുനാദനം. പാടുക നാം രാമകൃഷ്ണ പരമഹംസ ഗീതികൾ, ചൂടുക നാം നെറുകയില്ല ചരണകമലധൂളികൾ. വഴിയിൽ വന്നു ചേർന്ന കാന്തർനാം മാധവരായി മാറിടേണ്ട മാനവരാണിന്നു നാം. വാഴ്വിതിൻ്റെ പെരുവഴിയിൽ വന്നു ചേർന്ന കാന്തർനാം മാധവരായി മാറിടേണ്ട മാനവരാണിന്നു. കാമക്രോധ ലോഭമോഹ മാത്സര്യങ്ങൾ തീർത്തൊരീ, കാമക്രോധ ലോഭമോഹ മാത്സര്യങ്ങൾ തീർത്തൊരീ. കാളരാത്രി വന്നു പെട്ടു നേർവഴി മറഞ്ഞുപോയി, കാളരാത്രി വന്നു പെട്ടു നേർവഴി മറഞ്ഞുപോയി. പാടുക നാം രാമകൃഷ്ണ പരമഹംസ ഗീതികൾ, ചൂടുക നാം നെറുകയില്ല ചരണകമലധൂളികൾ. താമസഗുണത്തെ നീക്കും രാമനെ മറന്നു നാം, പ്രേമമുരളിയൂതി നിൽക്കും കൃഷ്ണനെ മറന്നു നാം. താമസഗുണത്തെ നീക്കും രാമനെ മറന്നു നാം, പ്രേമമുരളിയൂതി നിൽക്കും കൃഷ്ണനെ മറന്നു നാം. മുക്തി തന്നുഷസ്സു കാട്ടും ശക്തിയെ മറന്നു നാം, മുക്തി തന്നുഷസ്സു കാട്ടും ശക്തിയെ മറന്നു നാം. കെട്ടുപോയ കാഴ്ച വീണ്ടും കണ്ണിനു ലഭിക്കുവാൻ, കെട്ടുപോയ കാഴ്ച വീണ്ടും കണ്ണിനു ലഭിക്കുവാൻ. പാടുക നാം രാമകൃഷ്ണ പരമഹംസ ഗീതികൾ, ചൂടുക നാം നെറുകയില്ല ചരണകമലധൂളികൾ. കാമതൃഷ്ണ കോപതൃഷ്ണ മോഹതൃഷ്ണ നീക്കിടും ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാകിമാം. കാമതൃഷ്ണ കോപതൃഷ്ണ മോഹതൃഷ്ണ നീക്കിടും ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാകിമാം. കാലചക്രവീതിയിൽ കറുത്ത കാളരാത്രിയിൽ തേർത്തെളിച്ചു കൊണ്ടുപോകും സൂര്യദേവ പാകിമാം. കാലചക്രവീതിയിൽ കറുത്ത കാളരാത്രിയിൽ തേർത്തെളിച്ചു കൊണ്ടുപോകും സൂര്യദേവ പാകിമാം. പാടുക നാം രാമ
രാമകൃഷ്ണ പരമഹംസഗീതികൾ ചൂടുക നാനിരുവരിക ചരണകമല. രാമകൃഷ്ണ 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 പാഹി മാം. ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ 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 പാഹി മാം. ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ പാഹി മാം. ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ പാഹി മാം. ശ്രീരാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണ പാഹി മാം. രാമകൃഷ്ണ 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 പാഹി മാം. രാമകൃഷ്ണ 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 പാഹി മാം. മന്ദഹാസവദനേ മനോഹരി ശാരദ ജഗജനനീ അംബ. മന്ദഹാസവദനേ മനോഹരി ശാരദ ജഗജനനീ മാതാ 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 ജഗജനനീ അംബ. മന്ദഹാസവദനേ മനോഹരി ശാരദ ജഗജനനീ ജഗജനനീ ശുഭകാരിണീ ജഗജനനീ ശുഭകാരിണീ ശ്രീ ശാരദേ ജഗജനനീ ശ്രീ ശാരദേ ജഗജനനീ ജഗജനനീ ശുഭകാരിണീ ശ്രീ ശാരദേ ജഗജനനീ ഈശ്വരി അംബ പരമേശ്വരി അംബ ശാരദേശ്വരി അംബ പരമേശ്വരി അംബ ഈശ്വരി അംബ പരമേശ്വരി അംബ ശാരദേശ്വരി അംബ പരമേശ്വരി അംബ ജഗജനനീ ശുഭകാരിണീ ജഗജനനീ ശുഭകാരിണീ ശ്രീ ശാരദേ ജഗജനനീ ശ്രീ ശാരദേ ജഗജനനീ ഈശ്വരി അംബ പരമേശ്വരി അംബ ശാരദേശ്വരി അംബ പരമേശ്വരി അംബ മന്ദഹാസവദനേ മനോഹരി ശാരദ ജഗജനനീ जय विवेकानंद वीरेश्वर परमहंसाचार्य शिष्योत्तम जय विवेकानंद वीरेश्वर परमहंसाचार्य शिष्योत्तम
അഖില ജഗത്തിനും അദ്വൈതാമൃതം അരുളിയ ലോകൈക വന്ദ്യഗുരു. വിജ്ഞാനവാണിയാൽ വിശ്വം വിജയിച്ച വിജ്ഞാനവാണിയാൽ വിശ്വം വിജയിച്ച വീരസേനാപതി നമോ നമോ. വിജ്ഞാനവാണിയാൽ വിശ്വം വിജയിച്ച വീരസേനാപതി നമോ നമോ. ജയ ജയ മൂർത്ത മഹേശ്വര ജയ ജയ ദീന ജനാവന. ജയ ജയ മൂർത്ത മഹേശ്വര ജയ ജയ ദീന ജനാവന. ജയ ശിവശങ്കര ജയ അഭയങ്കര ജയ ജയ വീര നരേന്ദ്ര. ജയ ശിവശങ്കര ജയ അഭയങ്കര ജയ ജയ വീര നരേന്ദ്ര. ജയ വിവേകാനന്ദ വീരേശ്വര പരമഹംസാചാര്യ ശിഷ്യോത്തമ. ജീവനാരായണ സേവന നിരത പാവന പ്രേമ പൂരിത ഹൃദയ. ജീവനാരായണ സേവന നിരത പാവന പ്രേമ പൂരിത ഹൃദയ. വിശ്വനാഥാത്മക നിൻവീരവചസുകൾ. വിശ്വനാഥാത്മക നിൻവീരവചസുകൾ വിശ്വത്തിലാകവേ മുഴങ്ങിടട്ടെ. വിശ്വനാഥാത്മജ നിൻവീരവചസുകൾ വിശ്വത്തിലാകവേ മുഴങ്ങിടട്ടെ. എന്നും വിശ്വത്തിലാകവേ മുഴങ്ങിടട്ടെ. ജയ ജയ ജഗദോദ്ധാരക ജനന മരണ ഭയനാശക. ജയ ജയ ജഗദോദ്ധാരക ജനന മരണ ഭയനാശക. ജയ കരുണാമയ ജയ പുരുഷോത്തമ ജയ ജയ വീര നരേന്ദ്ര. ജയ കരുണാമയ ജയ പുരുഷോത്തമ ജയ ജയ വീര നരേന്ദ്ര. ജയ വിവേകാനന്ദ വീരേശ്വര പരമഹംസാചാര്യ ശിഷ്യോത്തമ. പരമഹംസാചാര്യ ശിഷ്യോത്തമ. राधे श्याम हे घनश्याम राधा माधव मंगलधाम. राधे श्याम हे घनश्याम राधा माधव मंगलधाम. राधे श्याम नंदनंदन गोविंद नंदनंदन गोविंद. नवनिध चोरा गोविंद नवनिध चोरा गोविंद. नारद प्रिय गोविंद नारद प्रिय गोविंद. नद जनपाल गोविंद नद जनपाल गोविंद. नारायण गोविंद नारायण गोविंद. गोविंद गोविंद गोकुलनंदन गोविंद. गोविंद गोविंद गोकुलनंदन
പ്രിയ ഗോവിന്ദ ഭാഗവത പ്രിയ ഗോവിന്ദ ശ്രീനിവാസ ഗോവിന്ദ ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ 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 ഗോകുലനന്ദന ഗോവിന്ദ 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 ഗോകുലനന്ദന ഗോവിന്ദ രാധേ ശ്യാമ ഹേ ഘനശ്യാമ രാധാ മാധവ മംഗളധാമ രാധേ ശ്യാമ കാളിയമർദ്ദന ഗോവിന്ദ കാളിയമർദ്ദന कंसनिषूदन गोविन्द कञ्जविलोचन गोविन्द कमनीयानन गोविन्द नारायण गोविन्द नारायण गोविन्द 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 गोकुलनन्दन गोविन्द 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 गोकुलनन्दन गोविन्द राधे श्याम हे घनश्याम राधा माधव मङ्गलधाम राधे श्याम पुराण पुरुष गोविन्द पुराण पुरुष गोविन्द पुण्डरीकाक्ष गोविन्द पाण्डव प्रिय गोविन्द पाण्डव प्रिय गोविन्द पाप विमोचन गोविन्द पाप विमोचन गोविन्द नारायण गोविन्द नारायण गोविन्द 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 गोकुलनन्दन गोविन्द 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 गोकुलनन्दन गोविन्द राधे श्याम हे घनश्याम राधा माधव मङ्गलधाम राधे श्याम जय रघुनन्दन राम निरञ्जन जनक सुधारधिकान्द जय रघुनन्दन राम निरञ्जन जनक सुधारधिकान्द सुर नर वानर गे जर निशाचर सुर नर वानर गे जर निशाचर ये चुगुण गावे आनंद जय रघुनन्दन राम निरञ्जन जनक सुधारधिकान्द दूर्वादल नव श्यामल सुन्दर कञ्जनयन रणधीर दूर्वादल नव श्यामल सुन्दर कञ्जनयन रणधीर वामे धनुर्धर दक्षे निशधर
श्रीपद पादुगधर परधानुज चामर छत्रनुधारी श्रीपद पादुगधर परधानुज चामर छत्रनुधारी शिव चतुरानन सनग सदादन शिव चतुरानन सनग सदादन शतमुख रग कर जोड़े भक्तानंदन मारुतनंदन चरण कमल गुरु सेवा भक्तानंदन मारुतनंदन चरण कमल गुरु सेवा गोविंद दास हृदय निवास हरि नारायण देवा गोविंद दास हृदय निवास हरि नारायण देवा जय रघुनंदन राम निरंजन जनक सुधारति कांद सुर नर वानर गे जर निशाचर सुर नर वानर गे जर निशाचर ये चुगुण गावे आनंद जय रघुनंदन राम निरंजन जनक सुधारति कांद जनक सुधारति कांद जनक सुधारति कांद कैलासवास कनक सबेश गौरी प्रिय शिव गंगाधर कैलासवास कनक सबेश गौरी प्रिय शिव गंगाधर श्मशानवास दिगंबरेश श्मशानवास दिगंबरेश नीलकंठ महादेव नीलकंठ महादेव नीलकंठ महादेव नीलकंठ महादेव नीलकंठ महादेव 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 त्रिशूलधार ज्योति प्रकाश शंभो शंकर सदाशिव त्रिशूलधार ज्योति प्रकाश शंभो शंकर सदाशिव बम 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 डमरुगनादा बम 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 डमरुगनादा पार्वती रमण परात्परा 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 कैलासवास कनक सबेश गौरी प्रिय शिव गंगाधर वास दिगंबरेश श्मशानवास दिगंबरेश नीलकंठ महादेव नीलकंठ महादेव नीलकंठ महादेव नीलकंठ महादेव
शम्भो शङ्कर सदाशिव बं 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 रमरुगनादा बं 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 रमरुगनादा पार्वती रमण परात्परा 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 कैलासवास कनकसमेश गौरी प्रिय शिव गंगाधरा गौरी प्रिय शिव गंगाधरा गौरी प्रिय शिव गंगाधरा शरणमय्यप्पा स्वामी शरणमय्यप्पा शबरिगिरिनाथा स्वामी शरणमय्यप्पा शरणमय्यप्पा स्वामी शरणमय्यप्पा शबरिगिरिनाथा स्वामी शरणमय्यप्पा मण्डलं नोयम्बु नोतु अक्षरलक्षं मन्त्रങ്ങളുരുക്കഴിച്ചു मण्डलं नोयम्बु नोतु अक्षरलक्षं मन्त्रങ്ങളുരുക്കഴിച്ചു പുണ്യപാപ ചുമടുകളം ഇരുമൂടി കെട്ടുമേന്തി പൊന്നമ്പലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ പുണ്യപാപ ചുമടുകളം ഇരുമൂടി കെട്ടുമേന്തി പൊന്നമ്പലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി കൊള്ളയായോരുടുക്കുമായി വേട്ടതുള്ളി പാട്ടുപാടി 18-ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ കൊള്ളയായോരുടുക്കുമായി വേട്ടതുള്ളി പാട്ടുപാടി 18-ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം ശ്രീകോവിൽ തിരുനടയിങ്കൽ കർപ്പൂരമലകൾ കൈകൂപ്പി തൊഴുതുരുകുമ്പോൾ ശ്രീകോവിൽ തിരുനടയിങ്കൽ
अय्यप्प शरणं स्वामिये शरणं स्वामी शरणं अय्यप्प शरणं स्वामी शरणं अय्यप्प शरणं स्वामिये शरणं स्वामिये शरणं स्वामिये शरणं भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन गोविंद भज मन मुकुंद भज मन गोविंद भज मन मुकुंद भज मन आनंद भज मन राम भज मन आनंद भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन केशव भज मन माधव भज मन केशव भज मन माधव भज मन यादव भज मन राम भज मन यादव भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन श्रीधर भज मन भूधर भज मन श्रीधर भज मन भूधर भज मन आधार भज मन राम भज मन आधार भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन गोपाल भज मन गोकुल भज मन गोपाल भज मन गोकुल भज मन विठल भज मन राम भज मन विठल भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम भज मन राम भज मन श्रीरंग भज मन राम भज मन राम
गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। अजी ये शुभ दिन मिलिए भगत जन, अजी ये शुभ दिन मिलिए भगत जन। गाहो गाहो रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। रामकृष्ण बोले नाचे बगुतूले, रामकृष्ण बोले नाचे बगुतूले। पूरी बे मनस्काम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। जय राम जय कृष्ण विश्व गुरु जगतिष्ठ, जय राम जय कृष्ण विश्व गुरु जगदिष्ट। प्रभु राम कृष्ण गुणधाम, गाहो रे जय जय राम कृष्ण नाम, गाहो रे जय जय राम कृष्ण नाम। हरि देव पार प्रेमावतार, हरि देव पार प्रेमावतार। हे गाथा रे श्याम शिव श्याम, गाहो रे जय जय राम कृष्ण नाम, गाहो रे जय जय राम कृष्ण नाम। पूतले गोलोकपति ऊपर ऊपर उपपति, पूतले गोलोकपति ऊपर ऊपर उपपति। सहज सुंदर नवधाम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। रामकृष्ण पद भवेरि संपद, रामकृष्ण पद भवेरि संपद। लागो ताके आनंद विश्राम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। जगद उद्धार तरे ले नर रूप तरे, जगद उद्धार तरे ले नर रूप तरे। प्रेममयी प्रभु प्राण राम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम। रामकृष्ण नामे रामकृष्ण प्रेमे, रामकृष्ण नामे रामकृष्ण प्रेमे। मातिया उडिलो धरधाम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय रामकृष्ण नाम, गाहो रे जय जय राम
रामकृष्ण गाओ रे जय जय रामकृष्ण अजी ये शुभ दिन मिलिए भगत जन अजी ये शुभ दिन मिलिए भगत जन गाओ गाओ रामकृष्ण गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण रामकृष्ण बोले नाचे बहुतोले रामकृष्ण बोले नाचो बहुतोले पूरी बे मनस गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण जय राम जय कृष्ण विश्व गुरु रामकृष्ण जय राम जय कृष्ण विश्व गुरु जगदीश प्रभु रामकृष्ण गुणदा गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण हरि देव पार प्रेम अवतार हरि देव पार प्रेम अवतार ये गाता रे श्याम शिव श्याम गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण भूदले गोलोकपति उपरु बपति भूदले लोकपति उपरु बपति सहज सुंदर नवदा गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण रामकृष्ण पद भवरि संबद रामकृष्ण पद भवरि संबद लाहो तागे आनंद विश्राम गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण जगद उद्धार तरेले नर रूप तरे जगद उद्धार तरेले नर रूप तरे प्रेममयी प्रभु प्राण गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण रामकृष्ण नामे रामकृष्ण प्रेमे रामकृष्ण नामे रामकृष्ण प्रेमे मातिया उडिलो धरदा गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण गाओ रे जय जय रामकृष्ण योग धर्म परिपालिनी देवी श्रीराजराजेश्वरी देवी युग धर्म परिपालिनी देवी श्रीराजराजेश्वरी देवी युग धर्म परिपालिनी सावित्री शेखरी ईश्वरिये परमनस्विनी सावित्री शशि शेखरी ईश्वरिये परमनस्विनी मगा चंडिगे मगा कालिगे मगा
देवी युगधर्म परिपालिनी देवी श्रीराजराजेश्वरी देवी युगधर्म परिपालिनी रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं गुरुकृपाहि केवलं कृपाहि केवलं कृपाहि केवलं शरणं गुरुकृपाहि केवलं कृपाहि केवलं कृपाहि केवलं शरणं रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं शरणागतोऽहं 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 शरणं शरणागतोऽहं 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 शरणं रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं नमः श्री गुरवे नमः श्री गुरवे नमः श्री गुरवे नमो नमः नमः श्री गुरवे नमः श्री गुरवे नमः श्री गुरवे नमो नमः रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं रामकृष्ण रामकृष्ण जय जय रामकृष्ण 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 रामकृष्ण शरणं रामकृष्ण शरणं रामकृष्ण शरणं शरणं जय श्री गुरु महाराज जी की जय जय महामाई की जय जय स्वामी जी महाराज जी की जय Namaste, Jai Ramakrishna. Today is the second day of the 20th All Kerala Sri Ramakrishna Bhakthasammelan 2022. And the afternoon session of the second day of the Bhakthasammelan is specifically dedicated for the Satsang with the broadest theme ever available, Swami Vivekananda. The devotees and the mud are really honored and humbled by the availability of the Maharajas for this specific satsang happening in the noon of the second day. I take this opportunity to convey that for the Swami Vivekananda Satsang session, the Adhyaksha of the Satsang is revered Swami Sundaranandaji Maharaj. He is the Adhyaksha of Ramakrishna Mat Koilandi. I take this opportunity to convey that we are really honored and humbled
by your availability as the Adhyaksha of the Satsang. Swamiji, humbly welcome you to this session. I welcome Revered Swami Sundaranandji Maharaj to kindly address the devotees. Om Paratatte Sadalino Ramakrishna Samagaya Yo Dharma Sthapana Rato Vire Sanctang Namamaham. Most revered Venerable Swamijis who are all attending the program, Ramakrishna Bhakthasammelan, from yesterday to today and tomorrow. I am offering my sincere pranams at your feet. And now, respected Nandatmanandaji Maharaj, respected Narasimhanandaji Maharaj, and other Swamijis, I am conveying my regards and respect to you. And above all, I humbly respecting and sincerely convey my regards to all the devotees who have come from different parts of the Kerala. In the midst of natural calamities, for 2 years, we have come out successfully and we could attain this spiritual endeavor. Yesterday until now, we are hearing about life and messages of Bhagavan Sri Ramakrishna, Holy Mother, Swami Vivekananda, and other disciples, householder disciples, everything. And we have learned a lot. Apart from it, just now we have heard a very beautiful songs. By hearing it, our mind got elevated towards the spiritual thoughts. So in this thought, I am very highly privileged to share about Swami Vivekananda's ideas and ideals. It is actually important history which we are reaping benefit now and then. That history we can't forget. Once Bhagavan Sri Ramakrishna went up to the terrace one fine day in the Kutibadi in Dakshineshwar, Kolkata, and started shouting and calling out the pupil, "Where are you now? Where are you now? I cannot live without you any longer." Then, after some times, one by one, many devotees, many people and followers started coming. Most of them, at the beginning, there was all the householder and lay pupil. Then finally, he wanted to some more people whom he wanted, especially young students, young boys, who has lot of energy and who can do anything and everything in the society. Then there are also started coming. There are meant all the direct disciples of Bhagavan Sri Ramakrishna, like Brahmanandaji Maharaj, Saradanandaji Maharaj, etc., etc. Even Bhagavan Sri Ramakrishna wanted some more person should come. Then finally, one day, the boy came, Narendranath.
we call him Swami Vivekananda. Then he was the great rishi, perfect in meditation. Then after coming, Bhagavan Sri Ramakrishna declared, you have come here to remove the misery of the people in the society. Please to be noted, Swami Vivekananda, Bhagavan Sri Ramakrishna instructed him, you have come here to remove the miseries and distress for the people. And at the same time, he has given him his spiritual, he has transmitted him spiritual thoughts, spiritual ideas to him. He said, with this idea, with this current, we have to do the certain things for the people. Then Swami Vivekananda was the spiritual power of Bhagavan Sri Ramakrishna Avatar. With this power and mission and command given by Sri Ramakrishna, he became a prophet with universal vision, delivering his message in a manner which is conducive and relevant to the welfare of every human being in the societies. Then, after some times, Swami Vivekananda hit upon a plan for his future endeavor. What was the plan he had? It was Vivekananda who gave the world the unique organizational shape of the Ramakrishna Math and Ramakrishna Mission with its global responsibilities. Then how we can forget the prophetic words of Swamiji? He said, quote, the tidal waves of spirituality that have started to rise from this place will flood the whole world. Again, let me say, the tidal waves of spirituality that have started to rise from this place will flood the whole world, unquote. We are indeed blessed to have come and join in their association, in their canopy. So in this context, I remember just now, a Bhagavad Gita, Bhagavan Krishna said, all of you know, Manusyanam sahasresu kwaschit yatati siddhaye yatatam api siddhaya kwaschit mang vetti tattataha. Millions and millions of people are living in the cosmos. Very few negligible people are thinking that God's existence. And among the very few, there are practicing the spiritual life, how to realize the God. Definitely, we are one of them. So that is why we are blessed that we are under the canopy, under the association of Swami Vivekananda. Our thanks and pranams go to Thakur, Ma and Swamiji again and again for setting in motion this global movement. Now, coming to our point. Those who have all taken this flag of spiritual movement, means our Ramakrishna Vivekananda's idea and ideals, we must feel and proud that we are the member of Swami Vivekananda's ideas and ideals. And as we are all member, simply calling we are the member, it is not the mere telling. As we are the member, we must have certain responsibilities towards the societies. Certain responsibility. Then Swamiji's, what responsibility? Swamiji had dreamed an ideal free from the tyranny, from the and starvation from the society. It may be householder
or monks or anyone. Then Swamiji's idea was, then all the people, without seeing the caste and creeds, we must stay together, harmoniously feelings, and do the something to the society. Last month, you must have seen in the paper, in Chicago, in the Ramakrishna Mission, they conducted a harmony of religions. Different religious leaders and followers came together and did the procession with their different flags. And they are telling, we are all together. We may be taking one religion, you may be taking another religion, but our idea is same. And that is the idea of Swami Vivekananda's. Now everything we are saying, merely saying, but that saying, that telling will not be possible immediately. We have to implement it in our day-to-day life. We have to implement. We know everything. All of us should know. We must know that we know everything. But how to implement it, that we must understand through the Swami Vivekananda's message and thoughts. In this regard, when Swami Vivekananda started his organization, he made a rule, so many rules. In that rules, he said, all members have responsibility to propagate and spread the message of Bhagavan Sri Ramakrishna in the society. Swamiji said, all the members, either devotees or monks, have responsibility to propagate and spread the message of Bhagavan Sri Ramakrishna. But we are all ordinary people. We do not know how to speak, how to talk to the people, how to spread the message. We do not know. So how is it possible to spread the message of Bhagavan Sri Ramakrishna, though we are all active member? In this context, a devotee, just he entered into the spiritual path, very young. Suddenly, why spiritual thought entered into his mind? He started coming and doing meditation, prayer. Then when he asked, these are all thoughts, then he asked, how is it possible for us? Then a senior monk, most senior monk, said in reply, spreading the message and propagating the message of the Bhagavan Sri Ramakrishna is not by through giving lecture and writings, the books. It is also possible by our enlightening character, enlightening behavior. By seeing our enlightening behavior, by seeing our thoughts and talking with the people, immediately people will understand he must be from Ramakrishna mission. He must have taken Ramakrishna's idea. And automatically, silently, that thought will work out in their mind. Today or tomorrow or some other day, they will come forward to know about Ramakrishna in details. So in this thought, today in the morning, when first session was there, our respected Bhitesanganandaji Maharaj spoke about the life and message of Bhagavan Sri Ramakrishna's disciples. In that, he said about Brahmanandaji Maharaj. Once Brahmanandaji Maharaj went to Kashi Sevashram, and there was a little some mind calamity was there. To solve the problem, many distinguished
learned people went and monks went there to solve the issue. Then finally they could not do anything. Finally, Raja Maharaj, Swami Brahmanandaji Maharaj went and stayed there for a few days. But with surprise, he did not speak to anyone. He did not give any advice. Why you are doing this? Why you are doing that? He simply kept quiet and practicing his own spiritual life, morning, evening. By seeing that, other people, other colleagues, other inmates, they are also started coming and doing meditation and prayer. After a few days, they came and told Maharaj, we have no problem. We have negotiated all the issues. You see, Maharaj did not say anything. By his spiritual thought, by his behavior, by his everything, automatically that thoughts vibrated among the people, and that was implemented to them, and they have solved their problems. So like that, we have to spread the message of Sri Ramakrishna to the society by our thoughts and behavior and culture. When second convention was there in our Belur Math, that was 1982. First convention was held on 1926 and second convention 1982. In that convention, our most revered Srimad Swami Vireshwaranandaji Maharaj was then president, and he gave his inaugural address to the convention. He spoke, I quote, "I blessed all of you as the president of the order individually of the Ramakrishna in your heart and collectively of the Ramakrishna Sangha. I bow down to all of you," unquote. Again repeat. He said, I am blessing all of you as a president of the order individually of the Ramakrishna in your heart and collectively of the Ramakrishna Sangha. I bow down to all of you. This is a very unprecedented statement, remarkable statement, because individually, he said, individually, every one of us carrying the Ramakrishna's thought, Ramakrishna's message in our heart. And collectively, it is found Ramakrishna Sangha. Because when we are moving amongst the people, we are the member of the Ramakrishna Sangha. And that is not only for the monks and brahmacharis, but also any devotees, any people who are all following the Ramakrishna and Swami Vivekananda's idea and actualizing the teaching of Sri Ramakrishna as interpreted by Swami Vivekananda, Sarada Devi, and other disciples of Ramakrishna Sangha. Now everything we have come to know in a nutshell. Let us think, and let us should think, we are telling about Ramakrishna. Then who is Ramakrishna? How we may able to spread, and what is our main contribution individually for us? First of all, we should know this about Swami Ramakrishna. Swami Vivekananda, you know, all of you, then he composed a Aratika song, which we are singing every day in the evening, Aratika. In that song, some slokas are there. Niranjana Nararupadhara, Niriguna Gunamoy. Niranjana Nararupadhara, Niriguna Gunamoy. He is Bhagavan Sri Ramakrishna Niranjana, beyond the form. But he is the Nararupadhara, human being.
human being. And second, Bhassara Bhavasagara Chira Unmado Prema Pathar. He is always intoxicated with the divine love, divine thoughts, thoughts. He is Gunamoy. Gunamoy means Satya, Rajya, Tama. 3 gunas are there. He is beyond the Gunamoy. He is absolute. He is a Nirguna Gunamoy. And we are seeing the Bhagavan Sri Ramakrishna. He born in Kamarpukur. He was doing sadhana in Dakshineswar. He passed away. He left his mortal body in Kasipur. That is physical body of Sri Ramakrishna, external affairs. But is beyond the external, he is the Bhavamoy, Ananta Bhavamoy Thakur, Nirguna Gunamoy. He is absolute. Everywhere he is there. He is residing in the cavity of the all people's heart. So while doing meditation, we must think how Sri Ramakrishna was, how Sri Ramakrishna is. Nirguna Gunamoy, Bhassara Bhavasagara, Chira Unmada Prema Pathar. Bhagavan Sri Ramakrishna said, what he said? Then if you think of me, you will get entire properties of me, which is belongs to me. Then what are all property of Bhagavan Sri Ramakrishna? Bhagavan Sri Ramakrishna's property is Gyan, Bhakti, Vivek, Vairagya, Sukh, Shanti and Samadhi. All those things, if we want to get it, then we have to think of Bhagavan Sri Ramakrishna day in and day out. Suppose in this context, our Kathopanishad say, Nayamatma Prabhachayana na labha, na medhaya na sutena bohuna, yamesya brinite tena labha. He said, it is said that we cannot be grasped the thoughts by scholarship, by the power of intellect, by hearing the thoughts. We have to meditate, do the meditation and doing prayer always. Then only we will get all the property of Bhagavan Sri Ramakrishna. I am blessed enough, especially, and convey my regards to the Ramakrishna Bhava Parishad Sangha in Kerala. They have given me opportunity to share my thoughts, and above all, our Srimad Swami Bhuvanatmanandaji also has invited me to be here to tell about the Ramakrishna. Thank you so much. Pranam Maharaj for your enlightening speech. That was Revered Swami Sundaranji Maharaj, Adhyaksha Ramakrishna Math Koilandi. അടുത്തതായി പൂജ്യ സ്വാമിജി നരസിംഹാനന്ദജി മഹാരാജിനെ റിലിജിയൻ റിച്വൽസ് ആൻഡ് സേവ ആസ് പെർ സ്വാമി വിവേകാനന്ദ എന്ന ടോപ്പിക്കിൽ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പൂജനീയ സ്വാമി സുന്ദരാനന്ദജി മഹാരാജ്, സദസ്സിലിരിക്കുന്ന പൂജനീയ സ്വാമി നന്ദാത്മജാനന്ദ്ജി മഹാരാജ്, ഈ ആശ്രമ പരിസരത്തിൽ ഉള്ള മറ്റ് സന്യാസി വര്യന്മാർ, എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഇന്നലെ തുടങ്ങി അഖില കേരള ഭക്തസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. വിഷയം വിവേകാനന്ദ സ്വാമികളുടെ വീക്ഷണത്തിൽ മതം, കർമ്മം, സേവനം. ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിൽ കുറച്ചു കാലം തപസ്സിരുന്ന് അവസാനം യാതൊരു അനുഭൂതിയും കിട്ടാതെ വല്ലാത്തൊരവസ്ഥയിൽ ഭഗവാൻ ദേവിയെടുത്ത് അഭ്യർത്ഥിക്കുന്നു. പുരാണങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിലൊക്കെ പറയുന്ന ആ അനുഭവം, ആ
അനുഭൂതി, ഈശ്വര ദർശനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ അനുഭൂതി എനിക്ക് എപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞ അവസാനം വാള് വെച്ച് സ്വന്തം കഴുത്തിനെ മുറിക്കാൻ പോകുമ്പോഴാണ് ദേവി ആ ദർശനം കൊടുക്കുന്നത്. ഉപനിഷത്തിൽ നമ്മൾ കാണുന്നു, ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ പോകുന്നു. മതിയെ, എനിക്ക് കർമ്മം അനുഷ്ഠിച്ച് മടുത്തു. പലരും ആശ്രമങ്ങളിലും അങ്ങനെ വരാറുണ്ട്. ഗൃഹസ്ഥ ജീവിതം മടുത്തു സ്വാമിജി, ഞാനും ഒരു സന്യാസിയാവാന്ന്. അപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, എന്നാൽ വേണ്ട, നിങ്ങൾക്ക് മനസ്സമാധാനം വേണം, നിങ്ങൾക്കും വേണം, അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ തുടർന്നോളൂ എന്ന് പറയാറുണ്ട്. സാഖ്യകാരിക എന്ന് അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള തത്വശാസ്ത്ര ഗ്രന്ഥം എന്ന് നമുക്ക് പറയാം സാഖ്യകാരിക. ഈശ്വരകൃഷ്ണ എന്നുള്ളൊരു മഹാപണ്ഡിതനും തപസ്വിയുമായ വ്യക്തി രചിച്ച ഗ്രന്ഥം. അതിൽ പറയുന്നു, ദുഃഖത്രയ അഭിഘാതാത്, അതായത് 3 തരത്തിലുള്ള ദുഃഖം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാമായിരിക്കും. 2 ദിവസം കൊണ്ട് പലരും ഇതിവിടെ പറഞ്ഞു, 3 തരത്തിലുള്ള ദുഃഖം എന്താണെന്നൊക്കെ സ്വപ്രഭാഞ്ചിയും പറഞ്ഞു. അപ്പോൾ അത്തരമുള്ള 3 തരങ്ങളിലുള്ള ദുഃഖം, ആ ദുഃഖം വല്ലാതെ അങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഉള്ള വഴി, അത് തിരയുന്നതാണ് മതം. യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, റിലിജൻസ് ഓഫ് ദ വേൾഡ് ഹാവ് ബിക്കം ലൈഫ്ലെസ് മോക്കറീസ്. ലോക മതങ്ങളൊക്കെ പരിഹാസങ്ങളായിരിക്കുന്നു, നിഷ്പ്രാണമായ, പ്രാണമില്ലാത്ത പരിഹാസങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നും 2022 ഇന്ന് ജൂൺ 2022 നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മതം എന്നുള്ള ഒരു വിഷയം എത്ര നിരർത്ഥമായിട്ടാണ് മാധ്യമങ്ങളും സമൂഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ ഇതെന്താണ്? ആത്യന്തിക ദുഃഖ നിവൃത്തി. എല്ലാ തരത്തിലുള്ള ദുഃഖം, വിഷമം, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാർഗമാണ് മതം. മതത്തിനെ അങ്ങനെ തന്നെ കാണണം. അങ്ങനെ കാണാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗം ഇത്രയും അധികം നന്മ മനുഷ്യന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം കൊണ്ട് ഇത്രയും അധികം ചോര ഒഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും മതം തന്നെയാണ്. അപ്പോൾ ആ മതത്തിനെ ശരിക്കും മനസ്സിലാക്കാതെ, സാമൂഹ്യ ശാസ്ത്രത്തിൽ പറയും യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് ടു റിലീജിയൻ, അതായത് മതത്തിൻ്റെ എന്താണ് നമുക്ക് കിട്ടുന്ന ലാഭം, അതിൻ്റെ പ്രയോജനം, ആ പ്രയോജനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ചടങ്ങുകൾ അനുഷ്ഠിച്ചാൽ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കാര്യമുണ്ടാവും. അത് പിന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന പേരെ ബോർദെ എന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ്? നമുക്കറിയാം ഈ കഥ. ഒരു വ്യക്തി ദുർഗാപൂജ അനുഷ്ഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഒരു കൊട്ട കൊണ്ടുവന്ന് ആ പൂച്ചേനെ അതിനവിടെ ഒരു സ്ഥലത്ത് അവിടെ അടച്ചു വെച്ചു. അപ്പോൾ ഈ വ്യക്തിയുടെ മകൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ വ്യക്തി മരിച്ചു. എന്നിട്ട് മകൻ ദുർഗാപൂജ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ മകൻ എന്ത് ചെയ്തു? ദുർഗാപൂജന് ഇത് വേണം എന്ന് ഒരു പട്ടിക ഉണ്ടാക്കിയപ്പോൾ ഒരു പൂച്ചയും വേണം, ഒരു കൊട്ടയും വേണം. കാരണം പൂച്ച വേണം, പൂച്ചേനെ ഇങ്ങനെ മറച്ചു വയ്ക്കാൻ ഒരു കൊട്ടയും വേണം എന്ന് പറഞ്ഞു. അതാണ് മതം അല്ലെങ്കിലും പല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമുക്കതിൻ്റെ പ്രയോജനം മനസ്സിലാക്കാതെ പല കാര്യങ്ങളെ അന്ധമായി അനുകരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാം. എങ്ങനെയാണോ ജൈവശാസ്ത്രത്തിൽ പറയും, ബയോളജിയിൽ പറയും, സുവോളജിയിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പൂർവികന്മാരായ കുരങ്ങ്, നമ്മുടെ പൂർവികന്മാർ കുരങ്ങാണെന്നുള്ളത് പലരിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏതായാലും അപ്പോൾ അങ്ങനെ പൂർവികന്മാരായ കുരങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയ പല കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ പ്രയോജനമില്ലാത്ത അവയവങ്ങളാണ്. പക്ഷേ ആ അവയവങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. വെസ്റ്റീജിയൽ ഓർഗൻസ് എന്ന് പറയും. അതുപോലെ വെസ്റ്റീജിയൽ പ്രയോജനമല്ലാത്ത പല പ്രവർത്തനങ്ങളും നമ്മുടെ
അടുത്ത് നമ്മൾ തമ്മിൽ ഉണ്ട് സമൂഹത്തിലും മതത്തിലും, അത് കണ്ടെത്തണം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയും, എന്തിനായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരം? ടു റിമൂവ് കോബ്വെബ്സ് ഇൻ റിലിജൻ. അതായത് മതത്തിൽ കുറേ കാലം പഴക്കമുള്ളത് കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മാറാലകൾ മാറ്റി വൃത്തിയാക്കാൻ ആണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ ദേവൻ അവതരിച്ചതെന്ന്. അതേ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ പറയുന്നത്. അതായത് പഴക്കം കൊണ്ട് പല തെറ്റിദ്ധാരണകൾ, തെറ്റായ രീതികൾ മതത്തിലും ആത്മീയ ജീവിതത്തിലും കയറി വരുമ്പോൾ അതിനെ മാറ്റാനും ശരിയായ മതം എന്താണ്, ശരിയായ ധർമ്മം എന്താണ് എന്ന് ഉള്ളതിനെ പ്രതിഷ്ഠിക്കാനും വരുന്നതാണ് അവതാരമെന്ന്. അപ്പോൾ അതാണ് മതം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു റിലീജിയൻ ഇസ് റിയലൈസേഷൻ. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പ്രസിഡൻസി കോളേജിൽ, കൊൽക്കത്തയിൽ വെച്ച് പ്രസിഡൻസി കോളേജിൽ ചേർന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല, പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റില്ല. പിന്നെ വീണ്ടും സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ ചേർന്ന് ആ പരീക്ഷ എഴുതി. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പടിഞ്ഞാറ് രാജ്യങ്ങളുടെ തത്വശാസ്ത്രജ്ഞന്മാരുടെ കൃതികളൊക്കെ വായിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ ഹെർബർട്ട് സ്പെൻസർ എന്നുള്ള ഒരു വ്യക്തി ആ തത്വശാസ്ത്രജ്ഞൻ്റെ കൃതി സ്വാമിജീനെ, അന്ന് നരേന്ദ്രനാഥ് ദത്തയിനെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. സ്വാമിജി ഈശ്വരനെ വിശ്വസിച്ചു, പക്ഷേ യുക്തിപരമായി കാണുമ്പോൾ പല കാര്യങ്ങളും സ്വാമിജിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തീരെ ഭൗതികപരമായ ലൗകികമായ ഒരു ജീവിതത്തിനെ സ്വാമിജിനെ കൊണ്ട് അംഗീകരിക്കാനും പറ്റിയില്ല. അകത്തങ്ങനെ ഒരു വെപ്രാളം, ഒരു ദ്വന്ദ്വം, ഒരു യുദ്ധമായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാമിജി ഭഗവാൻ ബുദ്ധൻ്റെ കാര്യം ഓർത്തു. ഭഗവാൻ ബുദ്ധൻ പറയുന്നു, എല്ലാവർക്കും ഈ ദുഃഖത്തിൽ നിന്ന് മാർഗം, ഇതിൽ നിന്ന് മാറാൻ, ഇവിടെ നിന്ന് മോക്ഷം ലഭിക്കാനുള്ള മാർഗം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ സ്വാമിജി ഒരുപാട് ശ്രമിച്ച് അധ്വാനിച്ച് തപസ്സിരുന്ന് ഓരോ ആൾക്കാരുടെ അടുത്തും പോയി ചോദിക്കുന്നു, നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഏറ്റവും ശാസ്ത്രപരമായ യുക്തിപരമായ ഉത്തരം സ്വാമിജിന് കിട്ടിയത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തു നിന്നാണ്. അതെ, കണ്ടിട്ടുണ്ട്. ഇവിടെ ആദ്യം ഇന്നലെയും ഇന്നും പലരും അത് ചൂണ്ടിക്കാണിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു. അതെ, ഇന്നലെ സ്വപ്രഭാൻജി മഹാരാജും അതിനെക്കുറിച്ച് പറഞ്ഞു. അതെ, കണ്ടിട്ടുണ്ട്. നിന്നെ കാണുന്നതിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്. നിനക്ക് ഞാൻ കാണിച്ചു തരാനും പറ്റും. ശാസ്ത്രത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. റിപ്പീറ്റബിലിറ്റി, അതായത് ആവർത്തിക്കാൻ പെടുന്ന ഒരു തത്വമായി. ഇപ്പോൾ ശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് തിയറി, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ തത്വമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിരിക്കണം. ന്യൂട്ടൻ്റെ തലയിൽ മാത്രമല്ല ആപ്പിൾ വീഴുന്നത്. നിങ്ങളും ഒരു ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിലിരുന്നാൽ നിങ്ങളുടെ തലയിലും വീഴും. അപ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റബിലിറ്റി, വെരിഫയബിലിറ്റി, അത് ആർക്കും അത് ശരിയാണോ എന്നുള്ളത് ആർക്കും അന്വേഷിക്കാവുന്നതാണ്. അതാണ് ശാസ്ത്രം. അതുപോലെ തന്നെയാണ് വേദാന്തം, അതുപോലെ തന്നെയാണ് യഥാർത്ഥ ആത്മീയ ജീവിതവും. അപ്പോൾ അങ്ങനെ ഉള്ള ജീവിതം ഉണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കി ആ വഴിയിൽ പുരോഗമിച്ച് അവസാനം നിർവികൽപ്പ സമാധി നേടിയതിന് ശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ ഈ വേദാന്ത സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റിലീജൻ എന്ന് പറയുമ്പോൾ, മതം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ആവശ്യമായിരിക്കണം. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നു, ഒരു സ്ത്രീ അവരുടെ സ്വീകരണ മുറിയിൽ പലതും ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാരുടെ വീട്ടിൽ പോയാൽ പലതും ഉണ്ടാവും. ഇത് ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിച്ചു, ഇവിടെ പോയപ്പോൾ വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ പോയിന്ന് പറഞ്ഞു കാണിക്കാനാണോ ചിലപ്പം ഇതൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനെ ആലോചിച്ച് പോകും പലപ്പോഴും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ജാപ്പനീസ് ഫ്ലവർ വാസ് ഇല്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ ഫ്ലവർ വാസ് വാങ്ങിച്ച് അവിടെ വെക്കുന്നു. അതുപോലെയല്ല മതം. റിലിജൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതുപോലെയല്ല മതം. മതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യമാണ്. എനിക്ക് മതം ആവശ്യമാണോ? എനിക്ക് ദുഃഖമുണ്ടെന്ന് ആദ്യം ആ തിരിച്ചറിവ് ഉണ്ടോ എന്നുള്ളതാണ്. ശരിക്കും നമ്മളെ ചോദ്യം ചെയ്താൽ മനസ്സിലാവും, എനിക്ക് ദുഃഖമുണ്ടെന്ന് തന്നെ എനിക്ക് ആ ഒരു ബോധമില്ല. നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു സ്വാമിജി, എന്തിനാ ഈ വെറുതെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തല പുകയുന്നത്?
നിങ്ങൾക്ക് വേറെ ജോലിയില്ല, നിങ്ങൾക്ക് കുറേ ജോലിയുണ്ടല്ലോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുഃഖം നിങ്ങൾക്കുണ്ടോ? ദുഃഖം എന്നുള്ളത്, ആ ഒരു വ്യാകുലത, ആ വെപ്രാളം, അത് നിങ്ങൾക്കുണ്ടോ? വിവേകാനന്ദ സ്വാമികൾ ഓരോ ആളുടെ അടുത്തും ഓരോ മതനേതാവിൻ്റെ അടുത്തും പോകുമ്പോൾ ചോദിക്കുന്നു, ഈശ്വരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. ആ വെപ്രാളമുണ്ടോ? ആ വ്യാകുലത ഉണ്ടോ? ഇല്ലെങ്കിൽ മതം നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. ആദ്യം നമുക്ക് അസുഖമുണ്ടാവണം, അപ്പോഴേ അത് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴേ അതിന് മരുന്ന് കൊടുത്താൽ ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അസുഖമൊന്നുമില്ലാതെ പ്രത്യേക ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാ ഭാരതീയനും എന്ത് വേണമെങ്കിലും ആത്മീയ ജീവിതത്തിനെ കുറിച്ച് കുറച്ചൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കൊക്കെ സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ടോക്ക് ടൈം എന്നുള്ള സംഭവം ഈ രാജ്യത്തിലാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ സ്വാമിജി പറയുന്നു, 1 ounce of practice is better than 20,000 tons of frothy talk. വെറുതെ ഒരർത്ഥമില്ലാതെ സംസാരിക്കുന്നതിനേക്കാളും ഒരു തുള്ളിയെങ്കിലും പ്രവർത്തിച്ചാൽ അത് അർത്ഥവത്താണ്, പ്രയോജനകരമാണ് എന്ന് പറയുന്നു. അതാണ് മതം. അപ്പോൾ ശരിക്കും മതം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയല്ല, മതം എന്ന് പറയുമ്പോൾ ഏതോ ഒരു സ്ഥാപനമല്ല, പല ഗ്രന്ഥങ്ങളുടെ സമൂഹമല്ല. മതം എന്ന് പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, ആ ദുഃഖത്തിൽ നിന്ന് മാറാനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടെത്തണം. ആ കണ്ടെത്തലിൻ്റെ ഒരു വഴിയാണ്, അതിന് ചെയ്യുന്ന സാധനയാണ്, തപസ്സാണ്. അതാണ് യഥാർത്ഥ മതം. സ്വാമിജി പറയുന്നു, ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ഓരോ ആത്മാവും അതിലൊരു ദിവ്യശക്തി അതിൽ ലീനമായിരിക്കുന്നു. The goal is to manifest this divinity within. ഈ ലീനമായിരിക്കുന്ന ദിവ്യശക്തിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ് ഉദ്ദേശം. എന്തിൻ്റെ ഉദ്ദേശം? മതത്തിൻ്റെ ഉദ്ദേശം, ആത്മീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ബൈ കൺട്രോളിങ് നേച്ചർ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റർണൽ, നമ്മുടെ ബാഹ്യപ്രകൃതിയും അന്തർപ്രകൃതിയെയും നിയന്ത്രിച്ചുകൊണ്ട് ഇത് നമ്മൾ കണ്ടെത്തണം. ഡു ദിസ് എയ്തർ ബൈ വർക്ക്, വർഷിപ്പ്, ഫിലോസഫി ഓർ സൈക്കിക് കൺട്രോൾ. കർമ്മത്തിലൂടെയോ ആരാധനയിലൂടെയോ തത്വശാസ്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ചതോടോ എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങൾ ചെയ്യൂ. എയ്തർ ബൈ വൺ, മോർ ഓർ ഓൾ ഓഫ് ദീസ് ആൻഡ് ബി ഫ്രീ. ഒന്നോ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അതിനേക്കാളും അധികം, അല്ലെങ്കിൽ എല്ലാം ചെയ്യൂ. അതുകൊണ്ടാണ് രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷനിൽ സാധന വഴിയായി വിവേകാനന്ദ സ്വാമികൾ ഈ 4 യോഗം, രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നുള്ള യോഗങ്ങളിലൂടെ സമന്വയമാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ കുറേ യോഗങ്ങളാണ്, 18 അധ്യായങ്ങളും ഓരോ യോഗമാണ്. അതിൽ നിന്ന് ഈ 4 യോഗം സ്വാമിജി പുറത്തെടുത്തു, അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു. അതാണ് രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷന് സ്വാമിജി സാധന വഴിയായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ഹോൾ ഓഫ് റിലിജൻ. സ്വാമിജി അവിടെ പറയുന്നു, ഇതാണ് മതത്തിൻ്റെ മുഴുവൻ സ്വരൂപം. ഹോൾ ഓഫ് റിലിജൻ, വേറെ ഒന്നുമില്ല. ടെമ്പിൾസ്, ബുക്സ്, ഡോഗ്മാസ്, റിച്വൽസ് ആർ ഓൾ ബട്ട് സെക്കൻഡറി ഡീറ്റെയിൽസ്. അമ്പലങ്ങളും പ്രാർത്ഥനാലയങ്ങളും ഗ്രന്ഥങ്ങളും പിന്നെ ചടങ്ങുകളും കർമ്മങ്ങളും ഇതൊക്കെ എല്ലാം, തത്വങ്ങളും ഇതൊക്കെ എല്ലാം എന്താണ്? അപ്രധാനമാണ്, പ്രധാനമല്ലാത്ത കാര്യങ്ങളാണ്. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. അത് മാത്രമാണ് ഇവിടെ മതം. സ്വാമിജി തന്നെ അത് പറയുന്നു. അപ്പോൾ ചടങ്ങ് എന്താണ്? ഇക്കൊല്ലം 2022 വിവേകാനന്ദ സ്വാമികൾ പടിഞ്ഞാറ് രാജ്യങ്ങളിലെ പ്രവർത്തിച്ച് നമ്മുടെ രാജ്യം മടങ്ങി വന്ന വർഷമായിരുന്നു 1897. അതിൻ്റെ 125ാമത്തെ വാർഷികമാണ് ഇക്കൊല്ലം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സ്വാമിജി മടങ്ങി വന്ന് കൊടുത്ത ഒരു പ്രഭാഷണ പരമ്പര, അതിൻ്റെ സമാഹാരമാണ് ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. അത് മലയാളത്തിലുമുണ്ട്. കൊളംബോ മുതൽ അൽമോറ വരെ, അല്ലേ? അങ്ങനെയല്ലേ? അതിൽ സ്വാമിജി വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ മതത്തിനെ വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ രീതിയിലും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. സ്വാമിജി പറയുന്നു, മതം എന്താണ്? ഇപ്പോൾ നമുക്ക് we have brought religion into the kitchen. Our God is the cooking pot.
ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രമാണ് നമുക്ക് ഭഗവാനായിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് വെള്ളത്തിനെ വലത്തെ കൈ കൊണ്ട് പിടിക്കണോ അല്ല ഇടത്തെ കൈ കൊണ്ട് പിടിക്കണോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ തത്വശാസ്ത്രങ്ങൾ നമ്മൾ രചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വാമിജി പറയുന്നു. അതാണ് ഇന്നും നമ്മളതാണ് ചെയ്യുന്നത്. ആരടുത്തെങ്കിലും പോയി ഞാനൊരു ആത്മീയ ജീവിതം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കും, ഓ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കഴിക്കുന്നത് നിർത്തിയില്ലേ എന്ന്. അതാണ് വലിയ ഒരു ചോദ്യം. അതല്ല മതം. അപ്പോൾ മതം ഈ ചടങ്ങുകൾ സ്വാമിജി പറയുന്നു, ഇറ്റ് ഈസ് ഗുഡ് ടു ബി ബോൺ ഇൻ എ ചർച്ച് ബട്ട് ബാഡ് ടു ഡൈ ദെയർ. ഒരു ചർച്ചിൽ, അതായത് ഒരു പള്ളിയിൽ ജനിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ പ്രാരംഭഘട്ടങ്ങളിൽ ഇതുപോലത്തെ കർമ്മം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഇപ്പം പ്രാർത്ഥന, ഇപ്പോൾ പലരും പറയും, ഓ വേദാന്തത്തിൽ ഇതിലൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അമ്പലമൊന്നും പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ധ്യാനിക്കാറില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ സീരിയൽ കാണും, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വാട്സപ്പ് സർവകലാശാല എന്നൊന്നുണ്ട്, അതിൽ ഞാൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ല വേണ്ടത്. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് പ്രാർത്ഥിക്കാം. അതിനേക്കാളും നല്ലതാണ് ഒരു അമ്പലത്തിൽ പോയിരുന്ന് കണ്ണ് ചിമ്മിയിരുന്ന് കുറച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോവും, പക്ഷെ ശ്രമിക്കാമല്ലോ. അതിനേക്കാളും നല്ലതാണ്. അപ്പോൾ ആരംഭഘട്ടത്തിൽ തുടക്കത്തിൽ ഇറ്റ് ഈസ് ഗുഡ് ടു ബി ബോൺ ഇൻ എ ചർച്ച്. പക്ഷെ ജീവിതം മുഴുവൻ അവിടെ തന്നെ കുടുങ്ങിയിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മതം എന്നുള്ള ഒരു ജീവിതം തുടങ്ങിയെങ്കിൽ, അങ്ങനെ തുടങ്ങിയെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ, ആത്മീയ ജീവിതം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, അതിൽ നമ്മൾ പുരോഗമിക്കുന്നു എന്നുള്ളത് ദിവസം നമ്മളെ തന്നെ നിരീക്ഷിക്കണം, നമ്മളെ തന്നെ വിലയിരുത്തണം. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളെ തന്നെ സ്വയം നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ജോലിയിൽ നമ്മൾ കയറിയാലും ഒരു വർഷം കഴിയുമ്പോൾ അപ്രൈസൽ, റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാണ് പ്രൊമോഷൻ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആത്മീയ ജീവിതം എന്ന് പറയുന്ന അത്ര സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ ഒരു വശം, ഒരു മേഖല, അതിലെന്തുകൊണ്ട് വിലയിരുത്തൽ ഉണ്ടാവാൻ പാടില്ല? ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പുരോഗമിക്കുന്നോ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്നോ എന്ന് നമുക്ക് തോന്നുന്നത്. ആ കുടുങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് ഈശാവാസ്യ ഉപനിഷത്തിൽ വളരെ മോശമായി പറഞ്ഞിരിക്കുന്നു. അതായത് ആത്മീയ പുരോഗമനം ഉള്ള വ്യക്തിനേക്കാളും, ഇല്ലാത്ത വ്യക്തിനേക്കാളും, ആത്മീയ ജീവിതം നയിക്കാത്ത വ്യക്തിനേക്കാളും ആത്മീയ പുരോഗമനം ഇല്ലാതെ ഞാൻ എന്തൊക്കെ ആകുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തി, അതിനേക്കാളും അധപതനം ആ വ്യക്തിക്ക് ഉണ്ടാവും എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും മതം എന്നാൽ എന്താണ്? ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ പറയുമല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വര ദർശനമാണ്. എന്നാൽ അതല്ലെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആത്മഹനോ ജനാഹ എന്ന് ഈശാവാസ്യ ഉപനിഷത്തും തന്നെ പറയുന്നു. അപ്പോൾ ആ വ്യക്തി ആത്മഹത്യയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാതെ നമ്മുടെ ജീവിത ലക്ഷ്യമായ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക. മാത്രമല്ല ഓരോ ദിവസവും, ഒരു ദിവസത്തിൽ പല മുഹൂർത്തങ്ങളിലും നമ്മൾ അവിടേക്കാണോ പോകുന്നത്, നമ്മൾ അങ്ങോട്ടാണോ പുരോഗമിക്കുന്നത് എന്നുള്ളതിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതാണ് മതം. അതിന് ഉതകുന്നത് മാത്രമാണ് കർമ്മം. പിന്നെ സേവനം. വിവേകാനന്ദ സ്വാമികൾ വളരെ വ്യക്തമായി ആ കൊളംബോ മുതൽ അൽമോറ വരെ എന്നുള്ള പ്രഭാഷണ പരമ്പരയിൽ സ്വാമിജി പറയുന്നു, ഈ രാജ്യത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ത്യാഗവും വേറൊന്ന് സേവനവുമാണ്. ആ ലക്ഷ്യങ്ങളിലേക്ക് ഈ രാജ്യത്തിനെ നയിച്ചാൽ മറ്റെല്ലാ പ്രശ്നങ്ങളും സ്വതവേ ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ നമുക്കെന്താണ് വേണ്ടത്? സേവനം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ത്യാഗവും ഇല്ല, സേവനവും ഇല്ല. ഒരു കുട്ടി, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുന്നത്, കുട്ടി ആദ്യം നീ നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക, നിൻ്റെ സഹപാഠി ചോദിച്ചാൽ സമയം കളയരുത്, അവർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കരുത്, പിന്നെ ഭക്ഷണം പോലും പങ്കുവെക്കരുത് എന്നാണ് ഇന്നത്തെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ത്യാഗവും സേവനവും. മാത്രമല്ല, ആരെങ്കിലും സേവനം ചെയ്യാൻ വന്നാൽ ഇവൻ എന്തിനാ എനിക്കിങ്ങനെ സഹായിക്കുന്നത്, ഇവൻ ഇതുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള പരമവിശ്വാസ അവസ്ഥയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കുന്നത്. നമുക്കെന്താ വേണ്ടത്? ത്യാഗവും സേവനവും. ത്യാഗവും സേവനവും. അപ്പോൾ സേവനം എങ്ങനെ വരും? നമ്മളെല്ലാവരും ഒന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ഭഗവാനാണ്. ആ ഭഗവാനെ എല്ലാവരും പല നാമധേയങ്ങളിലെ വിളിക്കുന്നു, അഭിസംബോധനം ചെയ്യുന്നു എന്നുള്ളത് ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞതാണ്. ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് ആ ഒരു ശക്തിൻ്റെ തന്നെ സന്തതികളാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കിയാൽ, വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, എനിക്കൊരു മുറിവുണ്ടാവുന്ന പോലെ തന്നെയായിരിക്കും ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് മുറിവുണ്ടായാൽ അവരിനെ സമീപിക്കുന്നത്. പ്ലേഗ് സേവനം ചെയ്യുമ്പോൾ സ്വാമിജി ഒരു മാനിഫെസ്റ്റോ എഴുതി. ആ മാനിഫെസ്റ്റോ തുടങ്ങുന്നത് വളരെ രസകരമാണ്. അതിൽ സ്വാമിജി പറയുന്നു, നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ എനിക്കും വിഷമമുണ്ടാവും, നിങ്ങൾക്ക് സന്തോഷമുണ്ടായാൽ എനിക്കും സന്തോഷമുണ്ടാവും. അതിന് സംസ്കൃതത്തിലൊരു വാക്കുണ്ട്, സഹാനുഭൂതി. ഈ സഹാനുഭൂതി, അതായത് നിങ്ങളോടൊപ്പം തന്നെ ഞാനും അതേ വികാരം അനുഭവിക്കുന്നു എന്നുള്ള ആ സഹാനുഭൂതിയാണ് ശരിക്കുമുള്ള സേവനത്തിൻ്റെ, വേദാന്ത വീക്ഷണത്തിലുള്ള സേവനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ്റെ മുദ്രാവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച്. സ്വയം എൻ്റെ മോക്ഷത്തിന് വേണ്ടിയും ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജഗത്തിൻ്റെ നന്മ എങ്ങനെ? കാരണം അത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികൾക്ക് സൂത്രത്തിലൂടെ പറഞ്ഞു കൊടുത്തത് എന്താണ്? ശിവേർ ജ്ഞാനേ ജീവേർ സേവ, ശിവജ്ഞാനേ ജീവേർ സേവ. അതായത് ഓരോ വ്യക്തിയിലും ഓരോ ജീവിയിലും പരമശിവൻ, അതായത് ഈശ്വരൻ നിവസിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിലൂടെ നമ്മൾ സേവനം ചെയ്യുന്നു. അപ്പോൾ ഇത് സമൂഹ സേവനമല്ല, ഈശ്വരനെയാണ് നമ്മളിവിടെ സേവനം ചെയ്യുന്നത്. അതാണ് സ്വാമിജീൻ്റെ സേവനത്തിനുള്ള വീക്ഷണം. ഒരിക്കൽ സഹോദരി നിവേദിതയുടെ അടുത്ത് ഒരു വ്യക്തി പോയി പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ സമൂഹത്തിനെ കുറിച്ചും വിദ്യാഭ്യാസത്തിനെ കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിവേദിത കുറച്ച് ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞു, അല്ല, എൻ്റെ ഗുരു, മൈ മാസ്റ്റർ. നിവേദിത അങ്ങനെയായിരുന്നു സ്വാമിജിനെ വിളിച്ചിരുന്നത്, മൈ മാസ്റ്റർ കിങ് എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. എൻ്റെ ഗുരു ആത്മീയ ജീവിതമല്ലാതെ, ആത്മാവിനെ കുറിച്ചല്ലാതെ ഒന്നും ഉപദേശിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിവേകാനന്ദ സ്വാമികൾ എന്തു പറഞ്ഞാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ആത്മ അനുഭൂതി, ആ ആത്മാവിൻ്റെ ആ സ്വരൂപത്തിൻ്റെ അനുഭൂതി, അതിൻ്റെ തിരിച്ചറിവ്, അതിൻ്റെ ബോധം നമുക്കുണ്ടായിരുന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികളിനെ, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ്റെ, മാതൃദേവി ശാരദാദേവിയുടെ വാക്കുകൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ബോധം ഉണ്ടാകട്ടെ. ഈ ഭക്തസമ്മേളനം എന്നുള്ളത് എന്താണ്? ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ടല്ലോ, മാമ്പഴം കഴിക്കുന്ന രണ്ടാൾക്കാർ, ഒരാൾ കഴിച്ച് വായ തുടച്ച് പോകുന്നു, വേറൊരാൾ കഴിക്കുന്ന മുമ്പ് പറയുന്നത് ഇവിടെ നല്ല മാമ്പഴം കിട്ടുന്നുണ്ട്, അത് നീയും വന്ന് കഴിക്കുന്നു. ഭക്തസമ്മേളനം അതാണ്. നമുക്ക് കിട്ടിയ ഈ ഒരു അറിവ്, ജ്ഞാനം, ബോധം, ഈ ഒരു പ്രതീക്ഷ, അതായത് ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭഗവാൻ ശങ്കരാചാര്യദേവൻ പറയുന്ന പോലെ, ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്ന പോലെ, ഉദരനിമിത്തം ബഹുകൃത വേഷം, വയറ്റിന് വേണ്ടി പല രീതിയിലും പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറച്ചു ദിവസം ഇവിടെ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ, ചെലവഴിക്കാൻ പറ്റുന്ന ഈ മുഹൂർത്തങ്ങൾ, അത് മറ്റുള്ള ആൾക്കാരോട് പങ്കുവയ്ക്കാൻ ഉള്ള ഒരു ശ്രമം, അതാണ് സമ്മേളനം. എല്ലാവരും ഒരു സ്ഥലത്ത്
ഒത്തുചേരുക, കൂടുക എന്ന്. അപ്പോൾ ഇത്തരം സമ്മേളനങ്ങൾ കൂടുതലും നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഇഹൈവ തൈർ ജിതഃ സർഗഃ, ഈ ജന്മത്തിൽ തന്നെ അവർ ആസക്തിനെ ജയിച്ചിരിക്കുന്നു, അവർ മുക്തി നേടിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്കും അങ്ങനെ മുക്തി ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. അടുത്തതായി നന്ദി പ്രകാശനത്തിന് ശ്രീ ജോബി ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. നമശ്രീ യതിരാജായ വിവേകാനന്ദ സൂരയെ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനെ താപഹാരിണെ. ഉച്ചയ്ക്ക് നടന്ന ഭജനയിലെ ഒരു കീർത്തനത്തിൽ പറഞ്ഞതുപോലെ വിജ്ഞാന വാണി കൊണ്ട് വിശ്വ വിജയിയായി തീർന്ന വീരസേനാധിപതി, ലോകം കണ്ടതിലേക്ക് വച്ച് ഏറ്റവും ദേശാഭിമാനിയായ ഒരു രാഷ്ട്രപുത്രൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു യുവ ഹൃദയത്തിൻ്റെയും ആ കുടുംബവാതിലിൻ്റെ താക്കോലായി വർത്തിക്കുന്ന നരകേസരി ആ വിവേകാനന്ദ സ്വാമിയുടെ ചിന്തകളാണ് ഈ കാലാംശത്തിൽ പങ്കുവയ്ക്കപ്പെട്ടത്. ഇതിനധ്യക്ഷം വഹിച്ച കൊയിലാണ്ടി ആശ്രമത്തിൽ അധ്യക്ഷൻ സുന്ദരാനന്ദജി മഹാരാജിന് ഈ രാമകൃഷ്ണ ഭക്ത സമ്മേളനത്തിൻ്റെ പേരിലും രാമകൃഷ്ണ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ആദരവും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. അളന്ന് മുറിച്ച വാക്കുകളിലൂടെ മതം എന്താണ്, ആചാരം അല്ലെങ്കിൽ ധർമ്മം എന്താണ്, സേവനം എന്താണ്, ഭാരതം എങ്ങനെയാണ് ലോകത്തിൻ്റെ വൈജ്ഞാനിക ഗിരിശൃംഗത്തിൽ അതിൻ്റെ വൈജയന്തി പാറിച്ചത്, അതിൻ്റെ സൂത്രവാക്യം എന്തായിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ വിവേകാനന്ദ വാണികളെ ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വതസിദ്ധമായ ശൈലിയിൽ ഈയൊരു ഉച്ചകഴിഞ്ഞ സമയത്തും ഏറ്റവും ഉന്മേഷദായകമായി ഈ കാലാംശത്തെ നിലനിർത്തിയ നരസിംഹാനന്ദജി മഹാരാജനും ഈ രാമകൃഷ്ണ ഭക്തസമ്മേളനത്തിൻ്റെ പേരിലുള്ള രാമകൃഷ്ണ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള എല്ലാ സ്നേഹവും ആദരവും നന്ദിയും അർപ്പിക്കുകയാണ്. ഈ കാലാംശത്തിന് അധ്യക്ഷം വഹിച്ച സുന്ദരാനന്ദജി മഹാരാജന് ഈ കൂട്ടായ്മയുടെ ഈ ഒരുമിച്ചു ചേരലിൻ്റെ, സ്വാമിജി പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായുള്ള ഒരു ഉപഹാര സമർപ്പണമാണ്. അതിലേക്കായി ഭുവനാത്മാനന്ദജി മഹാരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ ഊർജ്ജദായകമായ വാക്കുകളിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മെ ഒരിക്കൽ കൂടി ആ വീര വിവേകാനന്ദൻ്റെ സ്മരണയിലേക്ക് കൊണ്ടുപോയ നരസിംഹാനന്ദജി മഹാരാജനും ഈ സമ്മേളനത്തിൻ്റെ സ്നേഹം. മാമ്പഴത്തിൻ്റെ കഥ ഓർത്തുകൊണ്ട് വേണം നമ്മളേവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നുള്ളതാണ് ഈ കാലാംശം മുന്നോട്ട് വെക്കുന്ന ടേക്കവേ. ഇന്ന് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അനേകായിരം വിവേകാനന്ദന്മാരെ ഒരുമിച്ചു ചേർക്കേണ്ട ഒരു കാലസന്ധിയിലൂടെയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും വീര വിവേകാനന്ദന്മാരെ നമ്മുടെ പ്രേരണ കൊടുത്ത് ഈ രാഷ്ട്ര ദൗത്യത്തിലേക്ക് ഭഗവാന്റെ കുടുംബത്തിലേക്ക് എത്തിക്കുകയും
ഈ നാടിൻ്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനമുള്ളവരാക്കി മാറ്റുകയും അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച് നിലനിർത്തുകയും ചെയ്യുന്നതിനുള്ള പങ്കുകൂടി വഹിക്കുമ്പോഴാണ് മാമ്പഴത്തിൻ്റെ ആ രുചി സമൂഹത്തിൽ മുഴുവൻ പ്രസരിക്കപ്പെടുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് രാമകൃഷ്ണ. താങ്ക് യു ശ്രീ ജോബി ബാലകൃഷ്ണൻ. അടുത്തത് സോപാന സംഗീതമാണ്. ശ്രീമതി ശ്രീദേവി, എറണാകുളം. മാധവാ പത്മിനി രമണ അച്യുതാനന്ദ പത്മശങ്കഗദാദി ശോഭിത വാണി പത്മ രമാപദേ ജയ ഭക്തവത്സല മുക്തിദായക ചിൽസ്വരൂപ പുരാണ പുരുഷ കൃഷ്ണദാമോദര അച്യുതാനന്ദ പക്ഷിവാഹന പാഹി മാം ജയ ഹരിഹര വിധിനുത അമര പൂജിത ഹരിഹര വിധിനുത അമര പൂജിത ഹരിഹര വിധിനുത അമര പൂജിത വാമന രൂപ ഏകദന്ത വാമന രൂപ ഏകദന്ത ചതുരാത്ഭുത ബല ലംബോദരനെ വാമന രൂപ ഏകദന്ത ചതുരാത്ഭുത ബല ലംബോദരനെ ഹരിഹര വിധിനുത അമര പൂജിത അംബദേവി മഹാമായേ കൊല്ലൂരത്രി നിവാസിനി അംബദേവി മഹാമായേ കൊല്ലൂരത്രി നിവാസിനി മുല്ലഭാണ രിപൂജായേ പാഹി മാം മൂകാംബികേ മുല്ലഭാണ രിപൂജായേ പാഹി മാം മൂകാംബികേ സന്തതം നിൻ പാദാംബുജം ചിന്മയ രൂപിണി നിത്യം
സന്തതം നിൻ പാദാംബുജം ചിന്മയ രൂപിണി നിത്യം ഹന്തനാവിൽ തോന്നിടേണം ഹന്തനാവിൽ തോന്നിടേണം സന്തതം മൂകാംബികേ സന്തതം മൂകാംബികേ ശ്രിതകമലാകുജ മണ്ഡലാധൃത കുണ്ഡല ശ്രിതകമലാകുജ മണ്ഡലാധൃത കുണ്ഡല കലിത ലളിത വനമാല കലിത ലളിത വനമാല ഹരേ ജയ ജയ ദേവ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ദിനമണി മണ്ഡല മണ്ഡന ഭവഗണ്ഡന ദിനമണി മണ്ഡല മണ്ഡന ഭവഗണ്ഡന മുനിജന മാനസ ഹംസ മുനിജന മാനസ ഹംസ ജയ ജയ ദേവ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ കാളിയ വിഷധര വഞ്ചന ജനരഞ്ജന കാളിയ വിഷധര വഞ്ചന ജനരഞ്ജന സുരകുല കേളി നിധാന സുരകുല കേളി നിധാന മധുമുര നരക വിനാശന ഗരുഡാസന മധുമുര നരക വിനാശന ഗരുഡാസന സുരകുല കേളി
जनकसुधा कुज भूषणा जिददूषणा समरशमित दशकण्ड समरशमित दशकण्ड जय जय देव हरे कृष्णा जय जय देव हरे अभिनव जलधर सुंदरा धृतमंदरा अभिनव जलधर सुंदरा धृतमंदरा श्रीमुखचंद्र छगोरा श्रीमुखचंद्र छगोरा जय जय देव हरे कृष्णा जय जय देव हरे श्री जयदेव कवेरिदं कृष्णा श्री जयदेव कवेरिदं कुरुदे मुदं मङ्गलमुज्ज्वल गीतं मङ्गलमुज्ज्वल गीतं जय जय देव हरे कृष्णा जय जय देव हरे ആരുമെനിക്കില്ലൊരാലംബനം അമ്മേ ആരുമെനിക്കില്ലൊരാലംബനം അമ്മേ കാരുണ്യസിന്ധോ നിൻ പാദപത്മമെന്നെ ആരുമെനിക്കില്ലൊരാലംബനം അമ്മേ കാരുണ്യസിന്ധോ നിൻ പാദപത്മമെന്നെ മാളികപ്പുറം വാഴും മംഗളശീലേ നിൻ മാളികപ്പുറം വാഴും മംഗളശീലേ നിൻ തൃക്കഴൽ കണ്ടു തൊഴാനെന്നുമാകണം മാളികപ്പുറം വാഴും മംഗളശീലേ നിൻ തൃക്കഴൽ കണ്ടു തൊഴാനെന്നുമാകണം നേരിടും ഓരോരോ ദുഃഖങ്ങളപ്പോൾ നേരിടും ഓരോരോ ദുഃഖങ്ങളപ്പോൾ നീക്കി വഴി പോലെ പേറ്റുമമ്മേ നേരിടും ഓരോരോ ദുഃഖങ്ങളപ്പോൾ നീക്കി വഴി പോലെ പേറ്റുമമ്മേ മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ മാനിനി മാർമൗലേ വാണിടേണേ മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ
ഇനി മാർമൗലേ വാണിടേണേ ആരുമെനിക്കില്ലൊരാലംബനം അമ്മേ കാരുണ്യ സിന്ധോ നിൻ പാദപത്മമെന്നെ ആരുമെനിക്കില്ലൊരാലംബനം അമ്മേ അമ്മേ ശൃംഗാര രൂപത്തോടെ ശ്രീ ചിറ്റൂർ മരുവുന്ന ശൃംഗാര രൂപത്തോടെ ശ്രീ ചിറ്റൂർ മരുവുന്ന മംഗളമൂർത്തേ മുകുന്ദ ഹരേ ശൃംഗാര രൂപത്തോടെ ശ്രീ ചിറ്റൂർ മരുവുന്ന മംഗളമൂർത്തേ മുകുന്ദ ഹരേ അമ്മ തൻ വചനത്താൽ അന്നേരം മുകുന്ദനും അമ്മ തൻ വചനത്താൽ അന്നേരം മുകുന്ദനും മന്ദമായി വായ്പിളർന്നു കാട്ടിവേകാൻ മന്ദമായി വായ്പിളർന്നു കാട്ടിവേകാൽ അമ്മയും അതു നേരം കണ്ടതങ്ങിതു നേരം അമ്മയും അതു നേരം കണ്ടതങ്ങിതു നേരം കൊണ്ടൽ വർണ്ണൻ തൻ്റെ മായാ വൈഭവങ്ങളും കൊണ്ടൽ വർണ്ണൻ തൻ്റെ മായാ വൈഭവങ്ങളും ശൃംഗാര രൂപത്തോടെ ശ്രീ ചിറ്റൂർ മരുവുന്ന മംഗളമൂർത്തേ മുകുന്ദ ഹരേ പാപനാശിനി ഗംഗ പാതാള സ്വർഗങ്ങളും പാപനാശിനി ഗംഗ പാതാള സ്വർഗങ്ങളും പാകാരി ലോകവും അപ്പോൾ ആകവേ കാണായി വന്നു പാപനാശിനി ഗംഗ പാതാള സ്വർഗങ്ങളും പാകാരി ലോകവും അപ്പോൾ ആകവേ കാണായി വന്നു പൗലസ്ത്യൻ അഗസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ പൗലസ്ത്യൻ അഗസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ തുമ്പുരു നാരദാദി സേവിതന്മാരെ കണ്ടു തുമ്പുരു നാരദാദി സേവിതന്മാരെ കണ്ടു ശൃംഗാര രൂപത്തോടെ ശ്രീ ചിറ്റൂർ മരുവുന്ന
ഗോപതേ വായ് മുറുക്ക് ഗോതുളേ വാസാകരേ ഗോവിന്ദ വായ് മുറുക്ക് ഗോപാല വായ് മുറുക്ക് ഗോപതേ വായ് മുറുക്ക് ഗോതുളേ വാസാകരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അടിമലരിണ തന്നെ കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം കൃഷ്ണ അടിമലരിണ തന്നെ അറിയരുതടിയനു ഗുണവും ദോഷവും അറിയരുതടിയനു ഗുണവും ദോഷവും അരുളുക ശുഭമാർഗം കൃഷ്ണ അറിയരുതടിയനു ഗുണവും ദോഷവും അരുളുക ശുഭമാർഗം കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം കൃഷ്ണ അടിമലരിണ തന്നെ പരമദയാംബോ നിധേ കൃഷ്ണ പരമദയാംബോ നിധേ കൃഷ്ണ പാലിക്കേണം എല്ലാമേ പരമദയാംബോ നിധേ കൃഷ്ണ പാലിക്കേണം എല്ലാമേ തിരുവുടലതിനുടെ വടിവെപ്പോഴും തിരുവുടലതിനുടെ വടിവെപ്പോഴും എന്നുടെ ചീത്തേ തോന്നിടേണം തിരുവുടലതിനുടെ വടിവെപ്പോഴും എന്നുടെ ചീത്തേ തോന്നിടേണം അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം കൃഷ്ണ അടിമലരിണ തന്നെ താങ്ക് യു ശ്രീമതി ശ്രീദേവി.
അഖില കേരള ശ്രീ രാമകൃഷ്ണ ഭക്തസമ്മേളനം സ്വാമി വിവേകാനന്ദ സത്സംഗിൻ്റെ രണ്ടാമത്തെ സെഷൻ തുടങ്ങുകയാണ്. ഇതിനായി ശ്രീ ജോബി ബാലകൃഷ്ണനെ സ്വാഗതത്തിനായി ക്ഷണിക്കുന്നു. നമശ്രീ യതിരാജായ വിവേകാനന്ദ സൂരയെ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനെ താപഹാരിണെ. അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്തസമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ഉച്ച മുതൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഭാരത സംസ്കാരത്തിൻ്റെ നേർചിത്രം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഓരോ രാമകൃഷ്ണ കുടുംബാംഗത്തിൻ്റെയും സിരാപടലങ്ങളിൽ ഭാരതീയ ആദർശങ്ങളോടുള്ള സ്നേഹവും ആദരവും അതിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന അഭിമാനവും നിറയ്ക്കുന്ന ആ മഹാ മനീഷിയുടെ ജീവിതത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നര ഋഷി വിശേഷണങ്ങൾ കൊണ്ട് മതിയാകാത്ത തരത്തിൽ തീക്ഷ്ണ യൗവനത്തെ ഷോക്കേസ് ചെയ്ത, എങ്ങനെയാണ് പിറന്ന നാടിൻ്റെ പിറന്ന പാരമ്പര്യത്തിൻ്റെ കാവലാളായി മാറേണ്ടത്, എങ്ങനെയാണ് പെറ്റ നാടിൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത്, എങ്ങനെയാണ് വരുംകാല ജീവിതത്തിന് മാതൃകയായി മാറേണ്ടത് എന്ന് കാലാതിവർത്തിയായി നിൽക്കുന്ന ജീവിത സന്ദേശത്തിലൂടെ ലോകത്തൊരിടത്തും ഉദയം ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാപുരുഷൻ, ആ മഹാപുരുഷൻ്റെ ജീവിതം ഉച്ച മുതൽ നമ്മളിങ്ങനെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഊർജ സംഭരണമാണ്. ഓരോ തവണ സ്വാമിജിയെ ഓർമ്മിക്കുമ്പോഴും ആപാദ ചൂടം, നഖാഗ്രം മുതൽ മുടിയറ്റം വരെ ഒരു മഹത്തായ രാഷ്ട്രത്തിൻ്റെ പുത്രനാണ്, ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് എന്ന ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതം പകർന്നു തന്ന വീര വിവേകാനന്ദൻ്റെ ആ ഓർമ്മകൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മൊബൈൽ ഡിവൈസ് ചാർജ് ചെയ്യുന്നത് പോലെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാൻ കർമ്മപഥത്തിൽ നമ്മുടെ സാംസ്കാരിക ഭൂമികയിൽ കൃത്യമായ ഇടപെടലുകളിലൂടെ നമ്മുടെ നാടിനെ നിലനിർത്താൻ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താൻ പ്രേരണയാകുന്ന, ഊർജഹേതുവാകുന്ന ആ ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലാംശം തുടരുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ സ്വാമി നന്ദാത്മജാനന്ദജി മഹാരാജ്, പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററാണ്, നമുക്കറിയാം. അതിനപ്പുറം കേരളത്തിലെ പ്രചാരമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും രാമകൃഷ്ണ ആശയങ്ങളും വിവേകാനന്ദ സന്ദേശങ്ങളും പ്രചരിപ്പിക്കാൻ ഔത്സുക്യം കാണിക്കുകയും രാമകൃഷ്ണ കുടുംബം ബന്ധപ്പെടണമെന്ന് വിചാരിക്കുന്ന മലയാള സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകളെ നേരിട്ട് കാണുകയും അതിലെല്ലാം ഉപരി ഒരുപാട് യാത്രകളിലൂടെ തൻ്റെ ജീവിത ആദർശങ്ങളിലേക്ക് സ്വരുക്കൂട്ടലുകളും നടത്തുന്ന നമ്മുടെ പ്രിയങ്കനായ മഹാരാജ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക്, ഈ കാലാംശത്തിലേക്ക് ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
എംപവറിംഗ് ടുഡേയ്സ് യൂത്ത് വിത്ത് സ്വാമി വിവേകാനന്ദാസ് ഐഡിയൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവേകാനന്ദ സന്ദേശങ്ങളെ നവജീവിതത്തിൻ്റെ നവതലമുറയുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സ്വാമിജി നമ്മളോട് സംവദിക്കുന്നത്. ഒപ്പം ശ്രീ മഹാമേധാനന്ദജി മഹാരാജ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ സഭയിലേക്ക്, ഈ കാലാംശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാമി വിവേകാനന്ദ, യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി, ഈ ഭൂഗോളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം റെപ്രസെൻ്റ് ചെയ്യാൻ ഒരുപക്ഷെ മനുഷ്യകുലം ഈക്വൽസ് സ്വാമി വിവേകാനന്ദ എന്ന് പറയേണ്ടി വരും. രാജ്യാതിർത്തികൾക്കപ്പുറം, ജിയോഗ്രഫിക്കൽ അതിർത്തി രേഖകൾക്കപ്പുറം മനുഷ്യകുലത്തിന് മുഴുവൻ അനുവർത്തിക്കാൻ സാധിക്കുന്ന, അനുഗമിക്കാൻ സാധിക്കുന്ന, അനുകരിക്കാൻ സാധിക്കുന്ന മഹനീയ ജീവിതമായി മാറിയ സ്വാമിജിയെയാണ് സ്വാമി നരവരാനന്ദജി മഹാരാജ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ, സ്നേഹത്തോടെ ഈ കലാംശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഓരോ വാക്കുകളും അത് മൊഴിമുത്തുകളായി ഏറ്റെടുത്തുകൊണ്ട് ഹൃദയപേടകത്തിൽ സൂക്ഷിച്ച് അതിനെ തേച്ചുമിന്നിക്ക് പാകപ്പെടുത്തി നമ്മുടെ നാട്ടിലെ, നമ്മുടെ മക്കളെ, നമ്മുടെ യുവത്വത്തെ കൈപിടിച്ചു നടത്തേണ്ട ബാധ്യത കൂടി ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതായിരിക്കും ഈ കാലാംശത്തിൻ്റെ ടേക്ക് അവേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവത് പാദങ്ങളിൽ ജയരാമകൃഷ്ണ. അടുത്തതായി ദാത്മാജ മഹാരാജ്, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശ്ശൂർ സംസാരിക്കുന്നതാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീമദ് സ്വാമി മഹാമേധാനന്ദജി മഹാരാജ്, സ്വാമി നരവരാനന്ദജി, സ്വാമി ഭുവനാത്മാനന്ദജി മഹാരാജ്, വിമോക്ഷാനന്ദജി മഹാരാജ്, മറ്റ് ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിവേകാനന്ദ സ്വാമികളെക്കുറിച്ച് ഉള്ള ഒരു വിഷയമാണ് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിവേകാനന്ദ സ്വാമികളെ വായിച്ചവരെ പറ്റി പഠിക്കുമ്പോൾ, വിവേകാനന്ദ സ്വാമികളുടെ ആരാധകരായവരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരൊക്കെ ഒറ്റ വായനയിൽ തന്നെ വിവേകാനന്ദ സാഹിത്യത്തിൽ ആകൃഷ്ടരായി എന്നുള്ളതാണ്. ഒറ്റ വായനയെ വേണ്ടൂ. ഫ്രഞ്ച് ചിന്തകനായ റമാങ്റോള അദ്ദേഹം പറയുകയുണ്ടായ, വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ എന്നിലേക്ക് ഒരു വൈദ്യുത ആഘാതം പോലെയാണ് കടന്നു വന്നത്. നോക്കുക, അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്, വൈദ്യുത ആഘാതം പോലെ. ഒറ്റ വായനയെ വേണ്ടൂ. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സാഹിത്യത്തെ നമ്മുടെ യുവാക്കളിൽ എങ്ങനെയും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമായി മാറേണ്ടത്. ഒറ്റ വായനയിൽ തന്നെ ഏതൊരു മനസ്സിനെയും കീഴടക്കാനുള്ള മാന്ത്രികത വിവേകാനന്ദ സാഹിത്യത്തിനുണ്ട്. അതൊരു മാന്ത്രിക സ്പർശമാണ് വിവേകാനന്ദ സാഹിത്യം നമ്മളിൽ ഉളവാക്കുന്നത് എന്നുള്ള കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വവ്യാപകമായി വിവേകാനന്ദ സാഹിത്യത്തിന് ഇത്രയും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് മതം നമ്മുടെ ജീവിതത്തിൽ പൂരിപ്പിച്ച് തരുന്നതെന്ന് കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ പലരും പറയുകയുണ്ടായി.
നരസിംഹാനന്ദജിമാരെ പ്രത്യേകിച്ചും അത് പറയുകയുണ്ടായി. നമ്മുടെ ജീവിതം, ആ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നകലുഷിതമാണ് എന്ന് മനസ്സിലാക്കാൻ അധികം വിഷമമൊന്നുമില്ല. പ്രശ്നകലുഷിതമാണ്. ത്രിവിധ താപങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലെ പ്രശ്നങ്ങൾ, പുറത്തെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന, മുന്നോട്ട് ചലിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അത് പ്രത്യാശയാണ്, രണ്ട് പ്രതീക്ഷയാണ്, പ്രത്യാശയും പ്രതീക്ഷയും, പിന്നെ സ്വപ്നങ്ങൾ, മനുഷ്യനുള്ള സ്വപ്നങ്ങൾ, പിന്നെ സ്നേഹം, അത് പങ്കുവെക്കൽ, സ്നേഹവും അതിൻ്റെ പങ്കുവെക്കലും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രമുഖനായൊരു തത്വചിന്തകൻ പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തെ ബിന്ദുക്കൾ യോജിപ്പിച്ച ഒരു വരയോട് ഉപമിക്കാവുന്നതാണെന്ന്. രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ആ സ്പേസ്, രണ്ട് ബിന്ദുക്കൾ, അതിനെ നമ്മൾ ദുഃഖമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസാണ് ഈ സുഖമെന്ന് പറയുന്നത്. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു എന്ന് പറയുന്നത് പോലെ രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള ഒരു സ്പേസാണ് ഈ സുഖമെന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രശ്നകലുഷിതമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് വെക്കുന്ന ഘടകങ്ങൾ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ, നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രത്യാശയും പ്രതീക്ഷയും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ ആശയങ്ങൾക്കുള്ള പ്രത്യേകതയാണത്. വചനാമൃതം വായിക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രതീക്ഷ ജീവിതത്തിലുണ്ടായിരിക്കും. അത്തരത്തിലൊരു പ്രതീക്ഷയെ ജീവിതത്തിന് നൽകാൻ, ഒരു പ്രത്യാശയെ ജീവിതത്തിന് നൽകാൻ ശ്രീരാമകൃഷ്ണ സന്ദേശങ്ങൾക്ക് വളരെയധികം കെൽപ്പുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം അത്രമേൽ മനുഷ്യരാശിയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. ഏത് സന്യാസി വന്നോട്ടെ, ഗൃഹസ്ഥരാവട്ടെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആളുകളാവട്ടെ, അവർക്കെല്ലാം ഒരു പ്രതീക്ഷ. വചനാമൃതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, പ്രതീക്ഷ നൽകാൻ. ഇപ്പം പലരും വിചാരിക്കും പ്രായമുള്ളവർക്ക് ഇനി ആധ്യാത്മിക ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്, ഞങ്ങളുടെയൊക്കെ സമയം കഴിഞ്ഞു പോയില്ലേ? അതല്ല, അദ്വൈതാനന്ദ സ്വാമികളുടെ ജീവിതം സൂചിപ്പിക്കുന്ന അതല്ല. അദ്വൈതാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ലോകത്തിന് മുമ്പിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് ജീവിതത്തെ പ്രജ്വലിപ്പിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്ന് അദ്വൈതാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്ക് മുമ്പിൽ ആ സത്യം വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിതത്തെ, പലരുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കലാമൊക്കെ പറയുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം സ്നേഹം. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സ്നേഹം ആവശ്യമാണ്. സ്നേഹം കൊടുക്കണം, സ്നേഹം കിട്ടണം. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പങ്കുവെക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ചാലകത എത്രത്തോളമുണ്ടോ അവിടെയാണ് യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഭാവം ജീവിതത്തിനുണ്ടായി എന്ന് പറയുക. ഈ പ്രത്യാശയും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നമ്മളിലേക്ക് വാർദ്ധക്യം കടന്നു വരുന്നത്. അത് പ്രായത്തിൻ്റെ ഒരു മാനദണ്ഡമല്ല യുവത്വത്തിനുള്ളത്. എപ്പോഴാണോ നമുക്ക് ജീവിതത്തിൽ പ്രത്യാശകൾ നഷ്ടപ്പെടുന്നത്, ഈ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് അങ്ങനെ ഒരു ഭാവം ഉണ്ടാകുന്നത്, അവിടെയാണ് ഈ വാർദ്ധക്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞാൻ പല പ്രായമുള്ള ആളുകളോടും ചോദിച്ചപ്പോൾ അവർക്ക് ജീവിതത്തെ പറ്റിയുള്ള പ്രത്യാശകൾ മുഴുവൻ നഷ്ടപ്പെട്ടതായിട്ടാണ്
പലരോടും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് ഗവൺമെൻറ് ജോലിയിൽ വളരെ ഉയർന്ന പദവികൾ വഹിച്ചവരാണ്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പകൽ സമയം മുഴുവൻ ചെയ്യുന്നത്? അപ്പോൾ അവർ പറയുന്നത് ഒരു പത്രം 4-5 തവണ വായിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു ദിവസത്തെ അവർ മുന്നോട്ട് നീക്കുന്നത് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ പ്രത്യാശകളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ്, സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് വാർദ്ധക്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ വാർദ്ധക്യത്തെ തടയാൻ പര്യാപ്തമായ, ഏതൊരാളിലെയും യുവത്വത്തെ നിലനിർത്താൻ പര്യാപ്തമായ ആശയങ്ങളും സന്ദേശങ്ങളുമാണ് വിവേകാനന്ദ സ്വാമികളിലുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സന്ദേശത്തെയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈയിടെ കോയമ്പത്തൂരുള്ള ഒരു രമണ ഭക്തൻ, അദ്ദേഹം രമണ മഹർഷിയുടെ വലിയൊരു ഭക്തനും ആരാധകനുമാണ്. പക്ഷെ അദ്ദേഹം ഒരു യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ ഗ്രൂപ്പിൻ്റെ ഐക്കണായിട്ട് വെച്ചത് സ്വാമി വിവേകാനന്ദനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളൊരു രമണ ഭക്തനാണ്, എന്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളെ ഐക്കണായിട്ട് വെച്ചത്? അപ്പോൾ പറഞ്ഞു, യുവാക്കളെ ആകർഷിക്കാൻ പര്യാപ്തമായ വേറൊരു ഐക്കണും എനിക്ക് വെക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിയുറച്ചൊരു രമണ ഭക്തനാണ്. അദ്ദേഹമാണ് ഈ അഭിപ്രായം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിന് ചാലകത നൽകുന്ന ആ യുവത്വത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഭാവത്തെ നിറയ്ക്കാൻ പര്യാപ്തമായ ഒരു സാഹിത്യത്തെയും നമുക്ക് വിവേകാനന്ദ സാഹിത്യമല്ലാതെ ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നത് ഒരു പരമാർത്ഥമാണ് എന്നുള്ള കാര്യം ആണ് ഈ ഒരു അനുഭവം സൂചിപ്പിക്കുന്നത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, ഈ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. വിവേകാനന്ദ സ്വാമികളുടെ സാഹിത്യം, ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരിക്കലും നമ്മളുടെ പ്രതീക്ഷയെ കെടുത്തുന്ന ഒന്നും തന്നെ സ്വാമിജി പറയുന്നില്ല എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ വിഴുപ്പുകളെ ഇത്രമാത്രം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ച ഒരാളെയും നമുക്ക് കാണാൻ പറ്റില്ല. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഭാരതീയരുടെ ജീവിതത്തെ, ഭാരതീയരുടെ ജീവിത പരാജയത്തെ ഇത്രയും മുന്നോട്ട് വെച്ച വേറൊരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല വിവേകാനന്ദനെ പോലെ. ആ സ്വാമിജി തന്നെ നമ്മുടെ പ്രതീക്ഷയെ കെടുത്തുന്ന ഒന്നും തന്നെ പറയുന്നില്ല അവിടെ. നമ്മളെ വിമർശിക്കുമ്പോഴും പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും ഒരു വഴിമരുന്ന് ഇട്ടുകൊണ്ടാണ് സ്വാമിജി നമ്മോട് സംസാരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ പ്രത്യാശയും പ്രതീക്ഷയും കൊടുത്തത്, ഉയരാനുള്ള ഊർജവും ഒക്കെ കൊടുത്തത് വിവേകാനന്ദ സാഹിത്യമാണ് എന്ന് കാണാൻ സാധിക്കും. അന്നത്തെ കാലത്ത് നോക്കുക, ഭാരതത്തിൻ്റെ അവസ്ഥ നോക്കുക. ഭാരതം പട്ടിണിയിലും രോഗത്തിലും അജ്ഞതയിലുമായിരുന്നു. നോക്കണം, ഇന്നത്തെ പോലെ ഒരു ഭാരതമായിരുന്നില്ല അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്നത്. എവിടെ നോക്കിയാലും പട്ടിണി, രോഗം, അജ്ഞത, ഇതല്ലാതെ ഒരിടത്തും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇന്ത്യയിലാണ്, ആ സമയത്താണ് വിവേകാനന്ദ സ്വാമികൾ ഇവിടുത്തെ ജനതയ്ക്ക് പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കുമുള്ള ആശയങ്ങൾ കൊടുത്തത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇത് ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിലുള്ള ഏതൊരു ജീവനും പ്രത്യാശയെയും പ്രതീക്ഷയെയും നിറയ്ക്കാനുള്ള, ആ യുവത്വത്തെ നിലനിർത്താൻ പര്യാപ്തമായ ആശയങ്ങൾ വിവേകാനന്ദ സാഹിത്യത്തിലുണ്ട് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈയിടെ കൊറോണയുടെ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്കയിൽ പലയിടത്തും അവരുടെ സ്വത്വത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പല ചിന്തകന്മാരും പല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുന്ന പലരും നിർദ്ദേശിച്ചത് വിവേകാനന്ദ സാഹിത്യം വായിക്കുക എന്നുള്ളതാണ്. പാശ്ചാത്യ ലോകത്ത് പലരും അവിടുത്തെ ജനതയോട് നിർദ്ദേശിച്ച ഒരു കാര്യമാണ്, നിങ്ങളുടെ ഊർജത്തെ, നിങ്ങളുടെ ആ ഒരു ജീവിക്കാനുള്ള ത്വരയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ വിവേകാനന്ദ സാഹിത്യം വായിക്കൂ. നമുക്കറിയാം, പല മനഃശാസ്ത്രജ്ഞരും, ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മനഃശാസ്ത്രജ്ഞർ, അവർ
മനോവൈകല്യമുള്ള ആളുകളോട് നിർദ്ദേശിക്കുന്നത് വിവേകാനന്ദ സാഹിത്യം വായിക്കാനാണ്. അപ്പോൾ ഇതിനൊരു വിശ്വവ്യാപകതയുണ്ട് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്നേഹം. ഈ സ്നേഹത്തെ ഉള്ളിൽ തന്നെ കണ്ടെത്താനാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. അത് പുറത്തുനിന്നല്ല നിങ്ങൾ കണ്ടെത്തേണ്ടത്. അത് പുറത്തുനിന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ആ സ്നേഹത്തെ പുറത്ത് തേടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാവും. ഉള്ളിൽ തന്നെ ആ സ്നേഹത്തെ കണ്ടെത്താൻ പര്യാപ്തമായ ഒരു ഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വിവേകാനന്ദ സ്വാമികൾ നമ്മെ ആഹ്വാനം. ഉദ്ധരേത് ആത്മനഃ ആത്മാനം. ഞാൻ തന്നെയാണ് എന്നെ ഉയർത്തേണ്ടത്. ഉദ്ധരേത് ആത്മനഃ ആത്മാനം. ഏതൊരാളിലും ഒരു ചെറിയ മനസ്സുമുണ്ട്, വലിയ മനസ്സുമുണ്ട്. ആ ചെറിയ മനസ്സിനെ ആ വലിയ മനസ്സുകൊണ്ട് ഉയർത്തിയെടുക്കുക, എപ്പോഴും ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ആ ഉള്ളിലെ സാധ്യതകളെ കണ്ടെത്താനും ആ ഉള്ളിലെ കരുത്തിനെ കണ്ടെത്താനും സാധിക്കുമെന്ന് വിവേകാനന്ദ സ്വാമികൾ ലോകത്തെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിലെ സ്നേഹത്തെ കണ്ടെത്താനും ആ കരുത്തിനെ തിരിച്ചറിയുവാനുമുള്ള ആ ഒരു വലിയ ഒരു പ്രക്രിയ, അതിനുള്ള വലിയൊരു സാധ്യതയെ വിവേകാനന്ദ സ്വാമികൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതും ആധുനിക ജനതയ്ക്ക് മുമ്പിൽ ആധുനിക മനുഷ്യരുടെ ഭാഷയിൽ തന്നെ അത് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏതൊരാൾക്കും ആത്മവിശ്വാസം നൽകുന്ന വിശ്വവ്യാപകമായ കാര്യങ്ങളാണ് വിവേകാനന്ദ സാഹിത്യത്തിലുള്ളത്. ഏതൊരാൾക്കും ആത്മവിശ്വാസം കൊടുക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് നാസ്തികത എന്ന് പറയുന്നത് അവനവനിലുള്ള വിശ്വാസക്കുറവാണ്. അവനവനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്, അല്ലാതെ മറ്റൊന്നല്ല. അവനവനിലെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് നാം നാസ്തികരായി മാറുന്നത് എന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വിശ്വവിശാലമായ ഏതൊരാൾക്കും, ലോകത്തിലെ ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ എല്ലാ മനുഷ്യരെയും കോർത്തിണക്കുന്ന ഒരു ദർശനത്തെയും കൂടിയാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. വിവേകാനന്ദ സാഹിത്യം പഠിക്കുമ്പോൾ, വിവേകാനന്ദ സാഹിത്യം വായിക്കുമ്പോൾ പലയിടത്തും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു വിശ്വപൗരനാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മളോട് പറയുന്നത്. ഞാനൊരു വിശ്വപൗരനാണ് എന്ന്. എന്നാൽ മറ്റൊരിടത്ത് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം ഇതിന് വിരുദ്ധമായ ഒരു കാര്യമാണോ എന്ന് നമുക്ക് തോന്നിക്കും. ഒരിക്കൽ സിസ്റ്റർ നിവേദിത വിവേകാനന്ദ സ്വാമികളോട് പറയുകയുണ്ടായി, ഞാൻ ആഗ്രഹിച്ചതൊക്കെ അങ്ങ് എനിക്ക് നൽകുകയുണ്ടായി. ഞാൻ എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങേക്ക് നൽകേണ്ടത്? ഞാൻ എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങേക്ക് നൽകേണ്ടത്? അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ സിസ്റ്റർ നിവേദിതയോട് പറഞ്ഞത്, ലവ് ഇന്ത്യ, സെർവ് ഇന്ത്യ. ഭാരതത്തെ സ്നേഹിക്കുക, ഭാരതത്തെ സേവിക്കുക. എന്ത് ഗുരുദക്ഷിണയാണ് എനിക്ക് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, വിവേകാനന്ദ സ്വാമികളോട് സിസ്റ്റർ നിവേദിത ചോദിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ മറുപടിയാണ് ഭാരതത്തെ സ്നേഹിക്കുക, ഭാരതത്തെ സേവിക്കുക. എന്തുകൊണ്ടാണ് വിശ്വപൗരനായ വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനൊരു മറുപടി നൽകിയത്? അത് ലോകത്തിന് വേണ്ടിയാണ്. ഭാരതം നിലനിൽക്കേണ്ടത്, ഭാരതത്തിൻ്റെ തത്വചിന്ത പുലരേണ്ടത് ലോകത്തിന് വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനൊരു മറുപടി നൽകിയത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിശ്വവ്യാപകമായ സ്വഭാവം വിവേകാനന്ദ ജീവിതത്തിനും ദർശനത്തിനുമുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ പ്രയോജനത്തെ വിശ്വവ്യാപകമായ രീതിയിൽ ഉയർത്തുന്നു എന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യമാണ് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലും ദർശനത്തിലും കാണാൻ സാധിക്കുക, അതിൻ്റെ യുക്തിയുക്തമായ ആശയത്തിന്മേലാണ് വിവേകാനന്ദ സ്വാമികളുടെ ഓരോ വാക്കുകളും കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് വേദാന്തത്തെയാണ്.
യുക്തിയുക്തമായ നിലപാടിന്മേൽ ഉറച്ച വേദാന്തത്തെയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനെ കാണണം എന്നുള്ള ഒരു യുക്തിയുക്തത, അത് വിവേകാനന്ദ ദർശനത്തിൻ്റെ ഓരോ വരികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം വേദാന്തത്തിൻ്റെ ആ യുക്തിയുക്തതയെപ്പറ്റി ഓർക്കുമ്പോൾ ഈയിടെ വന്നൊരു ന്യൂസാണ്. അമേരിക്കയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ഊർജതന്ത്രജ്ഞൻ പറയുകയാണ്, ഞാൻ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വേദാന്തം വായിക്കുന്നത് പോലെയാണ് എന്ന്. അത്രമാത്രം ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും വേദാന്തവുമായിട്ട് അത്രയും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഞാൻ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുമ്പോൾ വേദാന്തമാണ് വായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ശാസ്ത്രജ്ഞൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കും യുക്തിയുക്തമായ ഒരു ദർശനത്തെയാണ് വിവേകാനന്ദ സ്വാമികൾ ആധുനിക ഭാഷയിൽ ആധുനിക തലമുറയ്ക്ക് മുമ്പിൽ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗികത നമുക്കറിയാം. ഈ അദ്വൈത ദർശനം അത് ലോകോത്തരമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിൻ്റെ പ്രായോഗികത എത്രത്തോളമായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ വന്നപ്പോൾ? വിവേകാനന്ദ സ്വാമികൾ പ്രത്യേകം പറയുന്നുണ്ട്, നാം നമ്മുടെ മതത്തെ അടുക്കള മതമാക്കി മാറ്റി. എത്ര സമയമാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്ത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഇത്തരം ബാലിശമായ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ. എന്ത് തരം മാംസഭക്ഷണമാണോ സസ്യാഹാരമാണോ നമ്മൾ കഴിക്കേണ്ടത്? ഇപ്പം മുമ്പേ പറയുകയുണ്ടായി, നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ആരോടെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത്രയ്ക്കും ബാലിശമായ കാര്യങ്ങളാണ് മതത്തിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്വൈതം നമ്മൾ പറയുകയും മറ്റ് ജനങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യുക, ചില ആളുകളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുക, ഇതെന്തൊരു ബാലിശമായ കാര്യമാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മതത്തെ നാം അടുക്കള മതമാക്കി മാറ്റി, വസ്ത്രധാരണ രീതിയാക്കി മാറ്റി. അപ്പം അവിടുന്നുമാണ് വിവേകാനന്ദ സ്വാമികൾ ഈ അദ്വൈത ദർശനത്തെ പ്രായോഗികമാക്കി തീർത്തത്. അതായത് നമ്മുടെ മുമ്പിലുള്ള ഓരോ ജീവനെയും ഈശ്വരനായി കരുതിക്കൊണ്ട് സേവിക്കുക. അപ്പോൾ മാത്രമാണ് ഈ അദ്വൈത ദർശനം പ്രായോഗികമായി പ്രായോഗികമാക്കി തീർക്കാൻ സാധിക്കുക എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. ഇത് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈയിടെ ഞാൻ വായിച്ചൊരു കാര്യമാണ്. ഒരിക്കൽ ഈ കാര്യം പറഞ്ഞത് ശ്രീമദ് സ്വാമി പ്രഭാനന്ദജി മഹാരാജാണ്. നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ വൈസ് പ്രസിഡൻ്റായ പ്രഭാനന്ദജി മഹാരാജാണ് ഈ കാര്യം പങ്കുവച്ചത്. അദ്ദേഹം പങ്കുവച്ചത് ശ്രീമദ് സ്വാമി ഗഹനാനന്ദ സ്വാമികളെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ്. നമുക്കറിയാം രാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും 14ാമത് ആഗോള അധ്യക്ഷനായിരുന്നു ഗഹനാനന്ദജി മഹാരാജ്. ഒരിക്കൽ ഗഹനാനന്ദജി മഹാരാജ് സേവാപ്രതിഷ്ഠാനിലുള്ളപ്പോൾ, സേവാപ്രതിഷ്ഠാൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷൻ്റെ വളരെ വലിയൊരു ആതുരാലയമാണ്, കൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗഹനാനന്ദജി മഹാരാജ് ആ സേവാപ്രതിഷ്ഠാൻ്റെ അധ്യക്ഷനായിരിക്കുകയാണ്. ഗഹനാനന്ദജി മഹാരാജിൻ്റെ കീഴിൽ പ്രഭാനന്ദജി മഹാരാജ് സേവാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പ്രഭാനന്ദജി മഹാരാജ് മനസ്സിലാക്കിയ ഒരു കാര്യം, പലപ്പോഴും കാണുകയുണ്ടായ ഒരു കാര്യം, ഗഹനാനന്ദജി മഹാരാജ് ഡോക്ടർമാരോടും നേഴ്സുമാരോടും ഒക്കെ അവിടുത്തെ ആശുപത്രിയിലെ ജോലിക്കാരോടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ രോഗികളെ കാണുമ്പോൾ, അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളാണെന്നൊന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ജോലി നിർവഹിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളാണെന്ന് അവർ നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളാണെന്ന് വിചാരിക്കുക. അതോടുകൂടി നിങ്ങളുടെ കർമ്മമണ്ഡലം കൂടുതൽ വികസിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സേവനം ചെയ്യാനും സാധിക്കുമെന്ന് എപ്പോഴും കൂടെ ഗഹനാനന്ദജി മഹാരാജ് ഡോക്ടർമാരോടും നേഴ്സുമാരോടും ഒക്കെ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. അതങ്ങനെ പലപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് കൂടുതൽ കടന്നു പോകാൻ പ്രഭാനന്ദജി മഹാരാജിന് കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം പ്രഭാനന്ദജി മഹാരാജ് ഈ സേവാപ്രതിഷ്ഠാൻ്റെ
ചുമതലയിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അനുഭവം അദ്ദേഹം പറയുകയാണ്. ഒരിക്കൽ ഒരു ഡോക്ടറുമായിട്ട് അദ്ദേഹം ഓഫീസിലിരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ സമയത്ത് ആശുപത്രി വിട്ടുപോകുന്ന ഒരു രോഗി സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നു. പ്രഭാനന്ദജി മഹാരാജിനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. പരസ്പരം അവർ പല കാര്യങ്ങളും സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഡോക്ടറിൻ്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് ഈ രോഗി. പക്ഷേ ഈ ഡോക്ടർ പല വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ബന്ധുവിനെ തിരിച്ചറിയാൻ പറ്റാതെ വന്നു. യഥാർത്ഥത്തിൽ ഈ ഡോക്ടറുടെ കീഴിൽ ചികിത്സ തേടിയ ഒരു രോഗിയാണ് തിരിച്ചു പോകുന്നത്. ആ രോഗിയാണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ രോഗി പുറത്തേക്ക് പോയപ്പോൾ ഈ ഡോക്ടർ പറയുകയാണ്, അയ്യോ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് അദ്ദേഹത്തെ സേവിക്കുമായിരുന്നു എന്ന്. അപ്പോഴാണ് പ്രഭാൻ സ്വാമിജിക്ക് മനസ്സിലായത്, അത് ശരി, നിങ്ങൾ നിങ്ങളുടെ ബന്ധുവായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്തേനെ അല്ലേ. പെട്ടെന്നാണ് ഈ ഡോക്ടർക്ക് അബദ്ധമാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് പറഞ്ഞതാണ്. നോക്കൂ, നമുക്ക് നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോരുത്തരും നമ്മുടെ ബന്ധുവാണെന്ന് കരുതിയാൽ പോലും നമുക്ക് കൂടുതൽ അവരെ സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയും. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോരുത്തരും ഈശ്വരാംശമാണ്, നമ്മുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കരുതുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഈ ലോകത്ത് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ആ ഒരു രീതിയിലാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ഉയർത്തുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മൂല്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് വേണ്ടത് വികാസമാണ്. അങ്ങനെ വികാസത്തിൻ്റെ തലത്തിലേക്ക് ഒരു യുവാവ് ഉയർന്നു കഴിഞ്ഞാൽ എത്രമാത്രം വലിയൊരു വിജയമായിരിക്കും ആ യുവാവിന് ഉണ്ടായിത്തീരുക. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന പരിമിതമായ ഒരു ലോകത്തിനുള്ളിലാണ്. പരിമിതമായ വട്ടങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട്, ചെറിയ ലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അതിനാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ലോകങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിമിതമായ ലോകങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് എപ്പോൾ വളരാൻ സാധിക്കുമോ അപ്പോൾ മാത്രമാണ് നമുക്ക് സുഖത്തെ, ആത്യന്തിക ശാന്തിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ഇതാണ് ഉപനിഷത്ത് പറയുന്നത് തന്നെയാണ്, ചാന്തോക്യ ഉപനിഷത്ത്. യോ വൈ ഭൂമാ തത്സുഖം ന അൽപേ സുഖമസ്തി. എവിടെയാണോ വലുപ്പമുള്ളത് അവിടെ മാത്രമാണ് സുഖമുള്ളത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളിലേക്ക് ചുരുങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം പ്രശ്നകലുഷിതമായി മാറും. നിങ്ങൾ ധനികരെ നോക്കുക, പണക്കാരെ നോക്കുക, സാധാരണ പാവങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖമാണ് അവരനുഭവിക്കുന്നത്. കാരണം എന്താണ്? അവരിലേക്ക് കൂടുതൽ ചുരുങ്ങിയിരിക്കുന്നു. അതാണ് ഉപനിഷത്ത് പറയുന്നത്, യോ വൈ ഭൂമാ തത്സുഖം ന അൽപേ സുഖമസ്തി. എവിടാണോ വലിപ്പമുള്ളത് അവിടെ മാത്രമാണ് സുഖമുള്ളത്. അല്പമായ ഒരു കാര്യത്തിലും സുഖമുണ്ടാവില്ല എന്നാണ് ഉപനിഷത്ത് ഋഷി നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പരിമിതമായ ലോകത്തു നിന്നും വളർന്നുകൊണ്ട് വിടർന്ന് വികസിക്കാൻ പര്യാപ്തമായ ഒരു ദർശനത്തെയാണ് ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. ആ ദർശനത്തിൽ നിന്നും ഏതൊരു യുവാവിനും അവൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കാൻ പര്യാപ്തമായ വളർച്ചയെയും സമ്പന്നതയെയും പ്രാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ളൊരു യുവാവായിരിക്കും നമ്മുടെ നാടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുക. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും വിചാരിക്കുന്നത് പാർലമെൻറ്റാണ് നമ്മുടെ രാഷ്ട്രം. നമ്മുടെ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുന്ന പാർലമെൻറ്റാണ്, സുപ്രീം കോടതിയാണ്. നോക്കുക, ആ സുപ്രീം കോടതിയെയും പാർലമെൻറ്റിനെയും ഒക്കെ നോക്കുകയാണെങ്കിൽ അത് വെറും കെട്ടിടങ്ങൾ മാത്രമാണ്. സിമൻറ്റും മണ്ണും മണലും മാത്രമാണുള്ളത്. അവിടെ പ്രവർത്തിക്കുന്ന ജസ്റ്റിസുമാരാണ്, ജനപ്രതിനിധികളാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള വ്യക്തികളാണ് വികാസം പ്രാപിക്കേണ്ടത്. അവിടുത്തെ വ്യക്തികൾ, ആ സുപ്രീം കോടതിയെ ചലിപ്പിക്കുന്ന വ്യക്തികൾ, പാർലമെൻറ്റിനെ ചലിപ്പിക്കുന്ന വ്യക്തികൾ, ജനപ്രതിനിധികൾ, അവർക്ക് വികാസം പ്രാപിച്ചവരാകുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രം വികസിച്ചു, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം കൃത്യമായി സമ്പന്നമായി എന്നുറപ്പാക്കപ്പെടുക. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തെ സമ്പന്നമാക്കിയ യുവാക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം കൃത്യമായി
നിർണയിക്കും എന്ന് സ്വാമി വിവേകാനന്ദന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുവാക്കളിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. അത്തരത്തിൽ വികസിച്ച ഒരു യുവസമൂഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Pranam Maharaj, empowering today's youth with Swami Vivekananda's ideal. Revered Swamiji Nandatmanaji Maharaj, editor Prabhuddha Keralam, Ramakrishna Bhakthasammelan, Trishur ആണ് സംസാരിച്ചത്. നെക്സ്റ്റ് I invite Revered Swamiji Mahamethanandaji Maharaj, editor Vedanta Kesari, Ramakrishna Bhakthasammelan, Mylapore, Chennai. Swamiji will be talking about Swami Vivekananda and Alasinga Perumal. Sri Ramakrishna Sharanam. My pranams at the feet of the senior Swamis, pranams to my Swamis on the stage, and pranams to all the devotees. Alasinga Perumal is a very special name in the annals of the history of Ramakrishna Bhakthasammelan mission. He is well known to those devotees who have read the Ramakrishna Vivekananda literature. I'll be just recapitulating Alasinga's role in Swami Vivekananda's work in India and abroad. It was one day in the Madras Central Railway Station, a young man, Orthodox, Vaishnava, with all his namams, he was standing in front of the first class bogie. He was there to see off a professor of the Madras University. The train was going to Bangalore. Suddenly, an Englishman came there, and finding this native man, orthodox man with shaven head, dhoti, barefoot, blocking the entrance to the bogie, he rudely pushed away this man. Next moment, this man turned and slapped the Englishman. And this was the British Raj. Even now, if you slap someone, there will be a huge fight. This was British Raj when the English used to kick Indians, black natives. The coolie who had followed the Englishman dropped his baggage, ran and brought an Anglo-Indian police officer who came running with other guards. What? An Englishman has been assaulted by a native. And when he came and he saw it was this gentleman who had slapped the Englishman, he first made namaskars to this Englishman, the native, and asked the Englishman, "Is this the man who slapped you?" It can't be, because he cannot do such thing. Now the Englishman is surprised. What do you mean? He slapped me. Then he says, this man is one of the most respected natives in Madras. The governor of Madras invites him and respectfully discusses things with him. He is very erudite and a saintly person. So the Englishman let it go. This was Alasinga Perumal. The character that comes out here is, he was an Orthodox Hindu, he was a school teacher, and he was an epitome of strength. Strength need not be physical strength. As Swami Ranganathanji Maharaj would often tell us, it is Bahubalam, Buddhibalam, and then Atmabalam. It is only when you have this Atmabalam, you would have the courage to turn back and slap an English officer in the British Raj, in the railway station. That was the stern material. It is what Swamiji probably saw, and he, in one of his letters to Alasinga, later wrote, "What we want is muscles of iron, nerves of steel." It was written to Alasinga Perumal, and Alasinga had that. Alasinga was one of the pioneers of the Indian Renaissance movement in South India. Unfortunately, our Hindi history books do not recognize this. But he was instrumental in that. How? Through the personage of Swami Vivekananda. He was just 2 years younger to Swamiji, born in 1865 in Chikmagaluru, Karnataka. He grew up and then did his graduation BA from Madras Presidency College. And he became very close to one of his professors, Professor Miller by name. And at the age of 22, he became a schoolmaster in Pachayappa's College, science teacher. And seeing his dedication and his scholarship, within 3 years he was made a headmaster
the youngest headmaster of his time. 25 years he was a headmaster. Now, he had this background, cultural background, and he saw the degradation, spiritual degradation around him, especially educated Hindus aping the Western culture. This disturbed him, as some of us now feel disturbed. But we stop with that disturbance. We pass comments, we feel sad, and we don't do anything. But Alasinga was not like that. He wanted to do something to reverse it, to revive the Indian spiritual and cultural tradition in India. And this Swami Vivekananda recognized in a unique way. Swamiji later writes, before I forget, I want to point this out. Who was this Alasinga Perumal? One statement of Swamiji will tell us what is this Alasinga Perumal. I quote Swami Vivekananda. He writes, "One rarely finds men like our Alasinga in this world. One so unselfish, so hardworking, and devoted to his Guru, and such an obedient disciple. He is indeed very rare on earth." This was Alasinga Perumal. This William Miller, Dr. A. William Miller, Alasinga's teacher, he had contact with Dr. J.H. Barrows, President of the Parliament of Religions at Chicago. Dr. Barrows wrote a letter to Professor Miller requesting him, you come to the Parliament of Religions and represent Hinduism. He is inviting a Westerner to represent Hinduism in the Parliament of Religions. Miller did not like it, so he told Yogi Parthasarathi Iyengar, he was a very erudite scholar, he told him, see, I have an invitation like this, you go to America and represent Hinduism. And who was this Parthasarathi Iyengar? He was maternal uncle of Alasinga Perumal. So Alasinga came to know there is a Parliament of World Religions, all the religions in the world will be represented, we have to send someone to represent Hinduism. Yogi Parthasarathi Iyengar refused to go because they were Orthodox Brahmins. Crossing the ocean means Jati Bahishkar. That was the kind of pathetic understanding of religion. We had gone into degraded understanding of spirituality. So he said, I cannot go. Then Alasinga requested his sister's husband, Professor Rangacharya. He was also a great scholar and orator. He said, you please go, represent our Hinduism. No, I cannot cross the ocean. I will not go. Alasinga was disappointed. Will nobody go and represent our Sanatana Dharma? First time in this modern world, there is a platform. All religions will come and tell about their religion. Will nobody go to represent our Sanatana Dharma? This was 1892. And one day he heard a Swami has come, a Bengali Swami. He speaks English and he is brilliant. So immediately Alasinga and some of his friends went. They are all educated, graduates and others. In the first meeting itself, they understood this Swami is extraordinary. They understood this is someone extraordinary we are meeting. He is not common people we see, not just a sadhaka. This is they understood we cannot measure this Swami. So in the very second meeting, Alasinga broached this subject and asked Swami Vivekananda, why don't you go to America and represent Sanatana Dharma? Swamiji said, I have no objection to going if someone will send me. I don't have any money. If someone will send me to America, I will go and represent Sanatana Dharma. I have no objection. Next, Alasinga arranged a series of lectures. There is a literary society in Triplicane. Alasinga Perumal was associated with that. So he said, let us arrange lectures by Swamiji. Soon the educated section of Madras, they got acquainted with Swamiji. There were discussions and everyone came to know, here is a brilliant Swami. Any question you ask, he will answer. And his spiritual power also is manifest when they go near him. Then a meeting was called. It was presided by one Diwan Bahadur Raghunath Rao. They held a meeting, formal meeting, and they decided, passed a resolution. This young Swami will represent Sanatana Dharma. He'll go as a representative to Chicago. Now, they started collecting money. Within 3 days, they collected some money. But Swamiji said, I have not received the call, divine call. You distribute it among the poor people. They sent it. So he was simply telling that, no, I cannot go. So they gave it away to the poor people. And we know the story. After some days,
Swamiji wrote a letter to Holy Mother Sri Sharada Devi. She sent her blessings telling, yes, you go. It is a divine will. And then he had a vision where he saw Sri Ramakrishna cross the ocean and ask Vivekananda, his Narayan, to follow him. Then Swamiji said, I have got the divine command. I know it is the divine will. It is not my enthusiasm or my ego or my ambition. It is divine will. I am ready to go collect funds. Again, Alasinga and his friends started collecting funds. And Swamiji told, collect it from individual people, not just from kings, because I am going to represent India. I am going to represent the common people, the poor of India. So I want the people of India to support my journey. Even now, if someone here is asked, go door to door and collect funds for this workshop, this 2-day Bhakthasammelan, I doubt if we will do. We may go to our friends' houses and come back. This was an Orthodox Brahmin teacher, Madras, 1892. He went door to door in middle class sections of Madras, known, unknown. Here is a Swami, we are sending him to represent our Sanatana Dharma, please give some donation. Door to door. That was the Shraddha. And they collected, they found it is not sufficient. Then he and his friends went to the Raja of Ramnad, Mysore and some other places. Together they collected 4,000 rupees. Big amount for a school headmaster whose monthly salary was 100 rupees. And he had father, mother, wife, 4 children to support at home. And he was doing all these things. In May 1893, Swamiji was ready to leave from Mumbai, then called Bombay. So Alasinga went there to see of his guru. He went with some of the things that Swamiji would require. And he told Swamiji, in America, they value time very much. So you should have a watch. Swamiji said, okay, buy me one. Then Alasinga said, Swamiji, you should also have some visiting cards. Very well, have 100 printed, Swamiji told. What name am I to put on the card, Swamiji? Because Swamiji keeps changing his name. Sometimes Sachidananda, sometimes No Ananda, whatever name. He wants to escape recognition like that. And now he says, we are going to print a visiting card. We need one name. What name am I to put on the card? Swami Vivekananda. So Alasinga writes, that was the time Swamiji first used it, and we printed visiting cards for Swamiji. So Swamiji went with his visiting cards. In this sense, Alasinga Perumal, we have to be grateful to him. Yes, it is divine will that the Parliament of Religions was conducted and Swamiji went there. Just before leaving, Swamiji told his brother disciple, Hari Bhai, that is Swami Turiyananda, Hari Bhai, whatever you see happening there in America is happening for this sake. I know it. World Parliament of Religions is arranged for Narendranath Datta, Vivekananda. The platform is arranged by his guru, Sri Ramakrishna. The world thinks we are arranging. And Christian priests, the church which arranged it, their motive was to show that Christianity is the best religion, everything else is just ordinary, so everyone has to come to Christianity. To prove this, they had arranged this Parliament of Religions. And there went this unknown sannyasi, and he captured it from the very first day. And the rest is history. So it was Alasinga who was instrument in the Divine Mother's hand to collect funds, to first give the idea to Swamiji, to motivate him, to request him to go, then to raise funds, not once, twice, to take all the troubles, and then Swamiji went to America. We know it was not, it was postponed, it got delayed, and Swamiji's money, he didn't have much, it went out, and he sent a letter to Alasinga. My money has come down to $60, send some money, or make some arrangement for me to return to India, or else I will die here, it is so cold. Alasinga is worried how to raise funds for Swamiji, 4,000 where will he get? So he was searching where to raise funds. Within few days, a telegram came. They used to call it wire. Starving, all money spent, send money to return at least. This is the telegram. Alasinga started crying. I have sent one Swami, young Swami. I pushed him to go. And will he die there now? Will that papam be on my head? What have I done? Immediately he rushed to one of his known rich people, borrowed 1,000 rupees.
Imagine his monthly salary is 100 rupees. He has a big family and he goes and borrows 1000 rupees, brings that 1000. That month's salary also had come 100 rupees. 1100 rupees he sent to Swamiji. That is Guru Bhakti. 1100 rupees. There is our Swamiji representing Sanatana Dharma. He is facing trouble in an unknown land. He doesn't have friends. I have to send this money. And before sending Swamiji first time, he requested his professor, Miller, you have to give some letters to introduce our Swami. So he had given letters, Swamiji had used it. Now when Swamiji said, I am in trouble, immediately he ran to his professor Miller, you have to give some more letters. Swamiji is in trouble there. Finances are poor, bad. But he didn't know, September 11th had come, Swamiji had burst on the stage of Chicago, and Swamiji said, sorry, I troubled you so much. Now this happened, the whole America is now knows me, and every big family in America is eager to host me. Don't worry about money anymore. But that was Alasinga, the epitome of sacrifice. In all, Swamiji has written over 41 letters to Alasinga Perumal. I think that is the maximum number of letters Swamiji has written to any one person. And if we read those letters, we will be thrilled because Swamiji was inspiring Alasinga, and through him, all the other members of his group in Madras. Arise, awake. He said, Madras has to wake up. You have to do this. And it was not any other state, any other region. It was Madras, the group of young people there who had sent him to Madras, to the American Parliament of Religions. They were the first, they were the nucleus of this Renaissance and the spreading of Ramakrishna Vivekananda literature. Now, Alasinga knew he had to spread Sanatana Dharma's right understanding, especially in the face of Christian misrepresentation of Hinduism, which has always been the case. They always misrepresent Hinduism. So he thought, let me publish Swamiji's lectures. And Swamiji encouraged him, yes, do this. Start a magazine. Swamiji gave the idea, start a magazine. And Swamiji sent $100. With that $100, Alasinga Perumal started a magazine called Brahmavadin. Brahmavadin. Swamiji canvassed for subscription in England and America. And everyone knew this magazine is started by Swami Vivekananda. He is behind it. His disciple Alasinga Perumal is running it. If you see the newspaper reports and other reports from Theosophical Society and others, they all say, we welcome this new publication through Swami Vivekananda, his disciple Alasinga Perumal. We welcome this new addition to the cultural and spiritual renaissance of India. Swamiji writes to him, know that your salvation depends upon making Brahmavadin a success. Swamiji tells Alasinga Perumal, let this magazine become your Ishta Devata. What do we do with the Ishta Devata? We continuously think about our Ishta Devata, we worship the Ishta Devata, we try to please the Ishta Devata. And Swamiji says, this magazine is your Ishta Devata. Serving this magazine is the worship of your Ishta Devata. And that's what Alasinga did. He started this magazine in 1895. From then to his end in 1909, continuously he strove to spread the message of Vedanta, the practical Vedanta that Swami Vivekananda was preaching in America. And he used this as a tool to also the chronology of the history of Ramakrishna mission, initial days. Even now, this is a very important source for us, Brahmavadin. And he published books. Many scriptures were published. One Brahmavadin press he started. These were all not everything. His main work was the school headmaster. A school headmaster fulfilling all his duties perfectly and then doing this work, extraordinary work, single-handedly. We should remember this. He was not like us Swamis, only work is to do some magazine. He was a householder. He had a family. He was the headmaster of a school. He was very, very good in his work. And he was doing this as a Guru Seva. On 11th May 1909, at the young age of just 44 years, he got jaw cancer and he passed away. But his heart was so good, towards the end of just a few days maybe before his passing away, a Brahmin came and asked for some funds, either for his
son's Upanayanam or daughter's wedding. Alasinga, he had a big hole in his jaw. Cancer had eaten away. He would cover it with a cloth and he went house to house to some friends' houses and collected funds for this poor Brahmin. And some 3 or 4 days later, he passed away. Before that, one day a Harijan came to him. This Harijan wanted to gift a cow to Parthasarathi. To Lord Parthasarathi at the Parthasarathi temple, he wanted to gift this cow. The priest refused to accept it. He said, I cannot accept it from a Harijan. So the Harijan came to Alasinga, I want to gift this cow to Lord Parthasarathi. The priest is not accepting. Alasinga went with him, spoke with the priest, and he said, I cannot do anything. It is the custom. It is the tradition. Alasinga said, okay, let us do like this. Will you accept it from me? He said, of course I can accept from you. So Alasinga took the cow, offered it to the priest, gave the money for the cow to the Harijan. What is the cost of this cow? It has cost you this much. I am paying for it. You take this. And now I am gifting this cow to the temple. And this Harijan, that money he took straight and put it into the hundi. He said, now my cow has gone to the cow. How it went, I don't care. Whether it went through Alasinga or directly. The money he took and put into the hundi. So Alasinga, this Swami Vivekananda, when his second visit to America, before leaving, at Belumat he tells one statement, I want immense idealism with immense practicality. Immense idealism with immense practicality. This is just an example for that. Alasinga could have gone and fought with the priest. What is this untouchability or practicing? Bad, this, that. Or he would have told the Harijan, no, this cannot be done. We have to maintain our tradition. He did not fight with both of them. He resolved it very intelligently. Immense idealism with immense practicality. Alasinga was like that. So he is a role model Hindu Grihastha. That's what we have to take home today. I conclude with this. An ideal role model Hindu Grihastha, Alasinga Perumal. Guru Bhakti, Dharma Bhakti, Desha Bhakti. Guru Bhakti, Dharma Bhakti, Desha Bhakti. Some of us have Guru Bhakti, no Dharma Bhakti. Guru Bhakti because something good will happen to me. Or if I don't have Guru Bhakti, bad may happen. Dharma Bhakti, not many people have. Dharma Bhakti means I have to first understand what is my Dharma, what is my Sanatana Dharma, and practice it and spread it. He was one such person. A missionary zeal for spreading the essence of Sanatana Dharma as reinterpreted by Sri Ramakrishna and Swami Vivekananda. And then Desha Bhakti. Some patriots from Subramanya Bharatiyar and others from Madras, they went and met Sister Nivedita in Calcutta. They told her, we don't have any inspiring personality in Madras. Immediately Sister Nivedita told, why? There is Alasinga Perumal. Go and discuss with him. That was the power of Alasinga Perumal. Simple, very orthodox looking. Once one of Swamiji's American admirers, she calls herself friend, McLeod, Josephine McLeod. She found Alasinga's this namam very strange and head is shaven behind a tuft. She said, how strange are these marks? It was just a simple statement, but it would hurt Alasinga, and Swamiji heard it. He was immediately furious, Swamiji. He said, hands off, whatever have you done? And she was not used to be snapped like that by Swamiji. She had tears in her eyes, but she kept quiet. Then Swamiji explained, who is Alasinga, do you know? If not for Alasinga, Swamiji probably would not have gone to America. When we say divine will, yes, it works, but he was the main instrument. And if not for Swamiji going to America and bursting upon the world like that, we probably would not be sitting here. We would not have been sitting here. We would have known when Swami came to South India sometime, he was some disciple of some mystic saint of Bengal. Swamiji knew he had to go second time to America because the Hindus were not organized. Even now, we are not organized. That is the call that we can take from Alasinga Perumal. Guru Bhakti, Dharma Bhakti, Desha Bhakti. How do you do that? Swamiji has given us the twin ideals, Tyaga and Seva. He says, twin ideals for India, intensify her in these channels and everything else will take care of itself. Renunciation and service. Renunciation does not mean becoming a sannyasi.
Tyaga, people say Tyaga means only for sannyasis. It is not that. Tyaga is Tyaga of selfishness. Tyaga of selfishness. Tyaga of fear. Tyaga of ego, ahankara. There are so many other dimensions, whether you are a grihastha or a vanaprasthi or a sannyasi. This is what we have to understand. And that combined with seva. Tyaga and seva. Tyaga of my ahankaram, tyaga of my selfishness. Tyaga of fear. This fearless man who slapped an English officer on the railway platform. That fearlessness. The man who said, 1,000 rupees plus this month's salary, let it go to my guru. What will your family eat? I will do something. That faith in God, that faith in himself, that is the ideal grihastha. Seeing his poor economic condition, one of Swamiji's American admirers once sent word through Sister Nivedita to Alasinga Perumal, I will give him 1 lakh. His so much work he is doing for Swamiji, but he always has monetary problem. I'll give him 1 lakh. Sister Nivedita came and told Alasinga, she is ready to give you 1 lakh. It seems he thought for half an hour. And then he came and told, I am very grateful for the offer, but I don't want it. Later, some friends asked, why didn't you take? He says, I would have lost my freedom. My freedom is more important. Let me be poor, but I cannot lose my freedom. This is the character Alasinga Perumal. Whenever we remember Swami Vivekananda, we will remember some of his disciples. One is the great Sister Nivedita. And among monastic disciples, we have so many. But outside, as a grihastha, one name which stands above everyone else is Alasinga Perumal. We have to be grateful for this person, Alasinga Perumal, who helped Swamiji to come out on this world stage at America. Then he was the first to spread the literature, the message of Swami Vivekananda through Brahmavadin and through other books he published. Thank you for your patience listening. Shri Ramakrishna Arpanamastu. പ്രണാം മഹാരാജ്. സ്വാമി വിവേകാനന്ദനും അളസിംഗ പെരുമാളും പൂജ്യ സ്വാമിജി മഹാമേധാനന്ദ സ്വാമിജിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം വേദാന്ത കേസരിൻ്റെ എഡിറ്ററാണ് ചെന്നൈ രാമകൃഷ്ണ മഠത്തിൽ. അടുത്തതായി സ്വാമി വിവേകാനന്ദ എ യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി. പൂജ്യ സ്വാമിജി നരവരാജ് മഹാരാജ്, രാമകൃഷ്ണ മഠ്, വില്ലുപുരം, തമിഴ്നാട്. Om Bhagavate Sri Ramakrishnaaya. By submitting my Sashtang pranams to Thakurma Swamiji, I offer my pranams to revered Swaprabhanandaji Maharaj, revered Vimokshanandaji Maharaj, revered Bhuvanatmanandaji Maharaj, revered Sundaranandaji Maharaj, and all monks who have gathered in this program. My namaskars to the Swami Mahamaidanandaji and Swami Nandatmanandaji Maharaj, who is sharing the dais with me. My namaskars to all the members of Bhav Prachar Parishad, all the devotees and well-wishers. And I recollect the statement of our Swami Vimurtanandji Maharaj, who was former editor of Sri Ramakrishna Vijayam. He used to tell, if you are quoting or if you are bringing the message of Thakurma Swamiji without a proper reference, you will get, I will identify because I was an editor. So today I am privileged to be with 2 editors sharing Swamiji's ideas. So rest all will happen good. While understanding universal personality of Swamiji, what it triggered in my mind is my experience. In my college days, I had this doubt. The people from socialist, people from nationalist, people from communist parties used to often quote, refer Swamiji's message and Swamiji's words. So I had this doubt. Maharaj, they are parties of different
ideology, how can they refer to Swami Vivekananda in common? At the time I went to clear this doubt with Swami Harshanandji Maharaj. At that time, Harshanandji Maharaj made me to understand in a very simple way. You see, Swamiji is like a big sugar candy. Each one is trying to taste his message from his own angle, but no one is trying to understand him as a whole. Swami Vivekananda is a sweetness personified from all his 360 degrees. That is Swamiji. We cannot narrow him to one particular or different particular paths. He is expert, he is a role model in whichever way, in whichever direction which I see him, which I experience him. From his reading, I got these 4 points which impressed me in Swamiji. First one, as a human being, you are not supposed to exercise your physical force against another human being. In those days, the massacre was happening very easily. So, no human being can exercise his physical force against another human being. Second one, if possible, try to help the underprivileged, downtrodden, needy, deprived people. Third one, all paths are leading towards the same goal. Just make them to understand that each path is unique, different, but at the end, ultimate, it is all leading to the same divinity. Fourth one, life is an experience. Every stage we grow, we go from lower truth to higher truth. So, accommodate everyone. Everyone is trying in their own way, in their own best possible way. So, when a human being is trying from lower truth to higher truth, it is our duty to accommodate. In this way, in these 4 different dimensions, Swamiji really established as a true person of humanitarian personality. We can understand Swamiji in 3 different situations, or from his life, what I understood from 3 different stages. First, as a parivrajaka. Second, when he visited to West, and after returning from West. As a parivrajaka, he underwent the hospitality or the simplicity which was there, which was given to him. He accepted everything. One day, he was a guest in the palace under the supervision and care of a king. The next day, he led his night at the hut with a minimum means. But he never had any disregard for anything. He accepted everything as equal. In West, when he went to America, that is very much in advance to the commencement of Parliament of Religion, he had no money. He had no address. When he was literally struggling at that time in the train, she met Mrs. Hale, a woman of a different region, different identity, different language. But he was so generous, he was so humble that that lady felt he is one among us, he is our own person. She received Swamiji, she accommodated in her home,
not only herself, her entire family became a very fan of Swamiji. Her husband, who was a professor in Harvard University, when Swamiji requested him to give a letter of introduction, then he said, Swamiji, a letter of introduction to you is as same as a introducing sun to this earth. His only motto of visiting West was that to take the gnana of this Sanatana Bhumi, to share that gnana to them, and to get some sampat, earn money for uplifting the masses of India who are suffering. After returning from the West, when devotees asked, Swamiji, you are returning from the West, so what is your experience? Previously, I had some minimum faith or the devotion towards my motherland. But now, each and every particle of my motherland, Mother Earth, I feel very sacred and holy. That was the feeling what he had. Swamiji can be understood from various angles. The best what it was inspiring to me were that when he was in West, it was not, the journey what he underwent was not the easiest path. Many ill treatments, misunderstandings, and he was literally insulted. But in all those situations, he never lost his patience. Rather, he handled the situation in a tactful manner. When somebody asked about the dress code, Swamiji well said, it became a very famous statement that in America, the tailor makes a person as a gentleman, but in our India, the character makes a gentleman. In the same way, in one talk, one audience all of a sudden raised a question, because in those days they had a very high misunderstanding about Indian lifestyle and all. One person from the audience, he asked, Swamiji, I heard you people will throw a girl child to a crocodile? Like that. Swamiji, with his own gigantic, elegant way, he answered, yes, we do. Because the flesh of that child will be so soft, right? So that's why we feed it to crocodile. Even my mother thrown me to the crocodile, but I fought against crocodile and I came out successfully. That's why I am here, like that. So every question or ill treatment what was thrown towards Swamiji, he took it in a positive way and he responded in successful way. That is Swamiji. Again, in one more event, a person asked, Swamiji, what is the difference between monk and a monkey? Swamiji very simply said, I am a monk. I am talking to a monkey who is in front of me, like that. So he wanted to insult Swamiji. Swamiji responded, reciprocated in the befitting manner. That's what we can say. Swamiji, not only he was patriotic, he was feeling for the motherland and all. His understanding from various dimensions can be in a different way. What it inspired me when I was young, his passion towards sports. I used to quote it very oftenly, that arise, awake, stop not till the goal is reached.
in that goal also, Swamiji, in that very powerful quotation, the sportive energy of Swamiji is reflected. Because I heard from a senior Swami, when he was in Pakistan, India was suffering with this slavery. At that time, one person asked, Swami, which sport you like most? At that time, Swamiji said, I like football, because if I kick, the other person can kick it back. Because at that moment, our people were even not in a position to respond, reciprocate to the pain or suffering what they were undergoing. So that was his passion, football. And we recently heard that in Eden Garden, he played cricket also, and he took 7 wickets. And his talent in the field of sports, not only cricket, he was perfectionist in golf, he was accurate in shooting. That was Swamiji. With regards to administration, a few points which really inspired me a lot. In Vedanta Kesari, few years back, I read an article where he submitted a pie-to-pie accurate receipts and payments of his accounts to Swami Brahmananda Ji Maharaj. When Ramakrishna Matan Mission was formed, at that time he submitted that accurate statement of accounts. At that time he told, for each pie I am responsible. So he was so conscious, he was so perfect in spending what it is given, and he had the responsibility of even handling that money when it matters. With regards to the formation of Ramakrishna Mutt and Mission, Swamiji's contribution, really I admire. In this way, his personality is much, much far and big. In drafting the Debutus deed, just imagine the Trust Act came into existence only in 1882. But at that moment, when people were not aware of what is this trust or something, at that moment Swamiji drafted this. With all his legal expertise, he drafted. He could have been taken a position or a responsible position or status in that formation of trust deed. But at that time he told, under a big banyan tree, small trees cannot grow. So he allowed his other brother monks to take up the charge, and he was generous in giving away the responsibility to others. The similar way, when he formed the Ramakrishna Mission with the Memorandum of Society, he was so generous in establishing it from behind. A true leader will perform from behind by encouraging and involving others. That is what we learn. He was so feeling for India and this motherland. We can understand from his actions. When he was traveling to Japan, today what we are having, this mobile phone, do you understand? Or do you think Swamiji is the root cause for this? Because when he was traveling, at that time he met Jamshedji Tata. He inspired him. He inspired him to do something for the scientific research and development in India. The conversation went so deep. Then he referred him to contact Raja of Mysore Maharaja. Through his help, Jamshedji Tata got a land in Bangalore. There existed Indian Institute of Science. With its wide functioning, a new branch was created from Indian Institute of Science, that is ISRO. Through ISRO, n number of satellites were being launched. And today, whatever we are seeing, the advancement of science and technology, it's all with the motivation
and the influence and the guidance what it is given by Swamiji to Jamshedji Tata. In this way, I can keep on telling, we keep on sharing the different dimensions of Swamiji in proving the universal personality of Swamiji. But time is the limit. What I can feel now is this, coming back to the same point of sugar candy. From each angle, if I keep tasting Swamiji's personality, that I cannot complete it. I can pray to Swamiji, Swamiji, you come as a syrup so that I will deep myself deep into it. Even if I lose myself, I will become immortal in your knowledge, in your even understanding, in your personality. This is our prayer. This is our submission. We may be limited in understanding him, but Swamiji as a Vishwa Manava, Vishwa Vijeta, Vishwa Guru, he is ever universal and eternal leader, and great to this person and great to this personified personality of a master. Thank you. Thanks for this opportunity. പ്രണാം മഹാരാജ്. ഇപ്പോൾ സംസാരിച്ചത് പൂജ്യ സ്വാമിജി നരവരാൻജി മഹാരാജ്, രാമകൃഷ്ണമഠം, വില്ലുപുരം. അടുത്തതായി നന്ദി പ്രകാശനത്തിന് കുമാരി ശാരദയെ ക്ഷണിക്കുന്നു. ഓം നമഃ ശ്രീയതിരാജായ വിവേകാനന്ദ സൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. Namaste and a warm greeting to all of them present here. It is a great honor to have the opportunity to propose the word of thanks. I thank Srimati Sridevi for showcasing her talent in Sopanam Sangeetam and lifting us to the utmost level of joyfulness. I thank Revered Swami Nandatmajanandaji Maharaj, inspiring and empowering us with the ideals of Swami Vivekananda. Thank you, Maharaj. I take this opportunity to thank Revered Mahamedanandaji Maharaj, editor Vedanta Kesari, for guiding us on how to be an ideal bhakta through the inspiring life of Sri Alasinga Perumal and his relationship with Swami Vivekananda. As Swamiji said, Sri Alasinga Perumal is a true role model of an ideal Hindu grihastha and a role model of an ideal Ramakrishna devotee, especially for us, the members of Ramakrishna Vivekananda Bhava Prachara Parishad. We can learn how to spread the messages of Swamiji effectively. I thank you, Maharaj. I also thank Revered Swami Naravaranandaji Maharaj for making us believe again and again that Swami Vivekananda is a universal personality. The most important thing that was told by Swamiji was that every circumstances that happen in our life, we should have a positive view on those problems. Thank you, Maharaj, for helping us to learn the most important lesson that we should implement in our daily life. Thank you, Maharaj. Last but not the least, I thank all of them. Jai Ramakrishna. Now I welcome Most Revered Swami Vimokshanandaji Maharaj to present the memento for Revered Swami Nandatmajanandaji Maharaj. Revered Swami Mahamedanandaji Maharaj. And Revered Swami Naravaranandaji Maharaj.
मुक्ति कृपा कटाक सप्रेक सन अगाधल विदल नदाक्षम भोक्ति मुक्ति कृपा कटाक सप्रेक सन अगाधल विदल नदाक्षम बालचंद्रधर बिंद माम नमिह नौमि गुरु विवेकानंद बालचंद्रधर बिंद माम नमिह मि गुरु विवेकानंद मूर्ता महेश्वर योजन भास्कर इष्टम वरण कांचन कामिनी महेश्वर उज्जल भास्कर इष्टम मर नरवम इष्टम नर नरवम इष्टम मर नरवम. जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय वीरेश्वर ममर भास्कर जय वीरेश्वर ममहर भास्कर आस
आशुतोष शिव जय सुखकंद जय जय स्वामी विवेकानंद जय जय स्वामी जय 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 स्वामी विवेकानंद जय जय स्वामी जय जय स्वामी जय जय स्वामी जय जय स्वामी विवेकानंद जय वीरेश्वर ब्रह्महर भास्कर जय वीरेश्वर ब्रह्महर भास्कर आशुतोष शिव जय सुखकंद जय जय स्वामी जय 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 स्वामी विवेकानंद भव भय वारण जगत त्रिभुवन पावन नर नारायण त्रिभुवन पावन नर नारायण विमल बोध मन ब्रह्म परायण विमल बोध मन ब्रह्म परायण मम भय वारण जगत उदाहरण भव भय वारण जगत उदाहरण नित्य मुक्त जय गत मोह बंध नित्य मुक्त जय गत मोह बंध जय जय स्वामी विवेकानंद जय 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 स्वामी भोग जोग नायक जोग धर्म सहायक जोग नायक जोग धर्म सहायक चित्र प्रकाशक शुभमतिदायक जोग नायक जोग धर्म सहायक चित्त प्रकाशक शुभमतिदायक मोह मोहनहरम मोक्ष विधायक मोह पुण्यहरम मोक्ष विधायक वीर धीर निर्भय स्वच्छंद भय स्वच्छंद जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय जय स्वामी जय जय स्वामी विवेकानंद जय
शर ब्रह्महर भास्कर आशुतोष शिव जय सुख कंद आशुतोष शिव जय सुख कंद जय जय स्वामी विवेकानंद 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 everybody sing जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय जय स्वामी जय जय स्वामी विवेकानंद 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 जय वीरेश्वर ब्रह्महर भास्कर जय वीरेश्वर ब्रह्महर भास्कर आशुतोष शिव जय सुखकंद आशुतोष शिव जय सुखकंद जय जय स्वामी विवेकानंद जय जय स्वामी जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय जय स्वामी विवेकानंद जय जय स्वामी जय जय स्वामी जय जय स्वामी विवेकानंद My book it is good. Few. Okay, one now only we'll do. Everybody can sing. Nisaga mapagare nisa pama gama pani na pama pagama pasani na pama pagama pagare nisha Ram 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 Nam Tarakam Ramakrishna Bhakthasammelan Bhakti Mukti Dayakam Ram 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 Tarakam Ramakrishna Bhakthasammelan Bhakti Mukti Dayakam Ram 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 Nam Tarakam Ramakrishna Bhakthasammelan Bhakti Mukti Dayakam Ramakrishna Ram 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 Nam Tarakam Ramakrishna Bhakthasammelan
वासुदेव भक्तिमुक्तिदायकं जानकी मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 रामकृष्ण वासुदेव भक्तिमुक्तिदायकं जानकी मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम 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 नाम तारकं रामकृष्ण वासुदेव भक्तिमुक्तिदायकं राम राम वासुदेव रामकृष्ण वासुदेव भक्तिमुक्तिदायकम् स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय स्वामिने तापहारिणे जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहुः नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने താപഹാരിണേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യഥാഗ്നേ ദാഹിക ശക്തി രാമകൃഷ്ണേ ജഗദ്ഗുരു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സ്മൃജാമ്യഹം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ കലിയുഗത്തിൽ മാനവകുലത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശ്രീരാമകൃഷ്ണനായി അവതരിച്ചു. ഈ അവതാര ലീലയിൽ സപ്തർഷി മണ്ഡലത്തിൽ നിന്നും നരഋഷിയായ സ്വാമി വിവേകാനന്ദനെയും തൻ്റെ ഒപ്പം കൂട്ടിയിരുന്നു. സ്വാമിജിയുടെ ജീവിതം മനുഷ്യരാശിക്ക് വളരെയധികം ഉത്തേജനവും കരുത്തും നൽകുന്നു. സ്വാമിജിയുടെ ജീവിതത്തിലെ ഓരോരോ ചെറിയ സംഭവങ്ങൾ പോലും
നമ്മൾ ഓരോരുത്തർക്കും ചിന്തിപ്പിക്കാൻ പോകുന്നതാണ്. മനുഷ്യരുടെ ദുഃഖവും ദുരിതവും എന്നും സ്വാമിജിയെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. വിശക്കുന്ന വയറ്റിനോട് വേദാന്തം പറയുകയല്ല, പകരം അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നതായിരുന്നു വളരെ കുട്ടിക്കാലം മുതൽ സ്വാമിജിയുടെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് വൈറ്റില രാമകൃഷ്ണ മഠം ബാലസംഘത്തെ കൊച്ചു കുട്ടികൾ ഇവിടെ നാടകരൂപത്തിൽ അവതരിക്കാൻ പോകുന്നത്. ഭഗവാന്റെയും അമ്മയുടെയും സ്വാമിജിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നാടകം തുടങ്ങുന്നു. കുഞ്ഞേ, ഈ ഭിക്ഷുവിന് വല്ലതും പുതയ്ക്കാൻ തരണേ. അമ്മേ അമ്മേ, ഇത് കണ്ടില്ലേ? അച്ഛൻ ഇന്നലെ വാങ്ങിയ പുതിയ കസവുമുണ്ട് നരനിതാ ഒരു ഭിക്ഷുവിന് സമ്മാനിച്ചിരിക്കുന്നു. നോക്കിക്കോ, അച്ഛൻ ഇന്ന് കോടതിയിൽ നിന്ന് വരുമ്പോ നിനക്ക് നല്ലത് കിട്ടിക്കോളും. ഇങ്ങനെയുണ്ടോ ഒരു കുട്ടി? കയ്യിൽ കിട്ടുന്നതെല്ലാം വാരി വല്ല ഭിക്ഷുക്കാർക്കും കൊടുക്കുക. എത്ര ഗുണദോഷിച്ചു നോക്കി, എത്ര തവണ അകത്തിട്ട് പൂട്ടി നോക്കി. എന്തായാൽ എന്താ? ഇല്ല, ഇവൻ ഇന്ന് മേടിച്ചേ ഇരിക്കൂ. ബിലേ, ബിലേ, ഇവൻ എവിടെ പോയി? അമ്പടാ, നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ? നിന്റെ മുണ്ടെവിടെ? മുണ്ട് ഞാൻ ആ ഭിക്ഷുവിന് കൊടുത്തു. ഓഹോ, ഭിക്ഷുവിന് കൊടുത്തു അല്ലേ? അതിലെന്താ തെറ്റ്? അച്ഛൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കൊടുക്കും. ആര് തടഞ്ഞാലും ശരി, ഞാൻ കൊടുക്കും. ഈ കൈ കൊടുക്കാനുള്ളതാണ്, വാങ്ങാനുള്ളതല്ല. പക്ഷേ ഈ കൊടുക്കൽ സാരമില്ല. ഞാനൊരു കുട്ടിയല്ലേ, കുറച്ചുകൂടെ വലുതാവട്ടെ. അപ്പോൾ അമ്മ കണ്ടോ ഞാൻ എന്താണ് കൊടുക്കുന്നത്, എത്രയാണ് കൊടുക്കുന്നത് എന്നൊക്കെ കണ്ടോളൂ. ഓഹോ, ഇങ്ങനെയുണ്ടോ ഒരു വായാടി? നീ വാരിക്കോരി കൊടുക്കുമല്ലേ? എന്നാൽ ഇപ്പോൾ കിട്ടുന്നത് കാണണോ? ഞാൻ തോറ്റുവല്ലോ ഈശ്വര. കാശി വിശ്വനാഥനോട് ഒരു പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്റെ ഒരു ഭൂതത്തെയാണല്ലോ അദ്ദേഹം എനിക്ക് തന്നത്. ഇല്ല ഇല്ല, ഇവനെ തല്ലിയിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു കുടം തണുത്ത വെള്ളം ഇവന്റെ ശിരസിൽ വീഴ്ത്താം. ഗംഗാജലം അല്പം ശിരസിൽ വീണാലേ ഈ ശിവഭൂതം അല്പം ഒന്ന് ശാന്തനാകൂ. ബാല്യത്തിൽ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ധ്യാനത്തിലും പൂജയിലും മറ്റുമുള്ള സ്വാമിജിയുടെ താല്പര്യം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അമ്മ ഇന്നലെ രാമായണം വായിച്ചില്ലേ? അത് ഇപ്പോഴൊന്ന് വായിച്ചാലോ? ഇപ്പൊ തന്നെ വായിച്ചാലോ? സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദമന്ദം, അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. അമ്മേ, എനിക്ക് സീതാരാമന്റെ ഒരു ബൊമ്മ വാങ്ങിത്തരൂ, ഇപ്പൊ തന്നെ വാങ്ങിത്തരൂ. ഈ തരാം മോനെ, ഇപ്പോൾ ഉണ്ണാറായില്ലേ?
സന്ധ്യ ആകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കണ്ടേ? വരൂ. ബൊമ്മ വേണോ ബൊമ്മ? സീതാരാമ പ്രതിമ വേണോ? സീതാരാമ പ്രതിമ. ബൊമ്മ വേണോ ബൊമ്മ? കുട്ടികളെ വരൂ വരൂ, വന്ന് കാണൂ എന്തൊക്കെ തരം ബൊമ്മയാണുള്ളതെന്ന്. കുറഞ്ഞ വിലയ്ക്ക് ഭംഗിയുള്ള ബൊമ്മകൾ തരാം. ബൊമ്മ വേണോ ബൊമ്മ? അമ്മേ അമ്മേ, ഇതാ സീതാരാമന്റെ ബൊമ്മ കൊണ്ടുപോകുന്നു. വേഗം വാങ്ങിത്തരൂ അമ്മേ. നോക്കട്ടെ നോക്കട്ടെ, ഏതൊക്കെ ബൊമ്മകളാണുള്ളത്? കുറഞ്ഞ വിലയ്ക്ക് ഭംഗിയുള്ള ബൊമ്മകളുണ്ട്. ഇതാ നോക്കിക്കൊള്ളൂ. ആ ശരി ശരി. ആ സീതാരാമ പ്രതിമയുടെ വില എന്താ? എത്ര തന്നാലും മതി, ഇതെടുത്തോളൂ. ബിലേ ബിലേ, വരൂ, ഊണ് കഴിക്കണ്ടേ? അവൻ എവിടെ പോയാവോ? ഉള്ളിലൊന്ന് തോന്നിയാൽ പിന്നെ ഊണും വേണ്ട ഒന്നും വേണ്ട. ബിലേ ബിലേ. അമ്മേ, ബിലി എവിടെ പോയി? എവിടെ പോയാവോ? ആ സീതാരാമ പ്രതിമ കയ്യിൽ കിട്ടിയ സന്തോഷം കൊണ്ട് മതി മറന്നോടിപ്പോയതാണ്. അമ്മേ, നമുക്ക് അപ്പത്തെ മുറി പോയി നോക്കിയാലോ? ബാല്യകാലത്ത് തന്നെ തൻ്റെ ചുറ്റുപാടുകളെ എന്തുമാത്രം ശ്രദ്ധയോടെയാണ് സ്വാമിജി നിരീക്ഷിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അടുത്തത്. അയ്യോ, ഇത് എന്താ ഈ കാണിക്കുന്നത്? ബിലേ ബിലേ, ഇത് എന്ത് ഇരിപ്പാണ്? ഇന്ന് വിശപ്പൊന്നുമില്ലേ കുട്ടി? എനിക്കൊന്നും വേണ്ട അമ്മേ, വല്ലാത്ത ഉറക്കം വരുന്നു. തൽക്കാലം മോൻ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിക്കോളൂ. കുറച്ചു കഴിഞ്ഞ് അമ്മ അകത്തു കൊണ്ടുപോയി കിടത്താം. മോളെ, പോയി ആ കിടക്കയൊന്ന് വിരിച്ചിടൂ. തുംഗജടാധര ഗൗരീ ശങ്കര ഗിരിജ മനരമണ. അമ്മേ അമ്മേ, അച്ഛന്റെ വണ്ടിക്കാരനില്ലേ, അയാളുടെ തലക്കെട്ടും ഉടുപ്പും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാ. എനിക്കും അതുപോലെ തലക്കെട്ടൊക്കെ കെട്ടാൻ കൊതിയാവുന്നു അമ്മേ. വിഡ്ഢിത്തം പറയാതെ കിടന്നുറങ്ങൂ കുട്ടി. ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ ആളല്ലേ ഇത്? അമ്മേ, അച്ഛൻ്റെ അടുത്ത് കേസിന്റെ കാര്യം പറയാനുള്ള ആൾക്കാരില്ലേ, അവർക്ക് എന്താ പുകവലിക്കാൻ പ്രത്യേക പുകക്കുഴൽ വെച്ചിരിക്കുന്നത്? ഓ അതോ, അതവർ പല ജാതിക്കാരായതുകൊണ്ടായിരിക്കാം. ജാതിയോ? അതെന്താണ്? എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യജാതി ഒന്നല്ലേ ഉള്ളൂ. അവരുടെ ഇടയിൽ എങ്ങനെ പല ജാതി ഉണ്ടാവുന്നു? അതൊക്കെ കുറെ കഴിയുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ മിണ്ടാതെ കിടന്നുറങ്ങൂ. ഓ, വല്ലാത്തൊരു കുട്ടി. അമ്മേ അമ്മേ, നമ്മളുടെ വണ്ടിക്കാരനില്ലേ, അയാൾ പറയുന്നു കല്യാണം കഴിഞ്ഞ പിന്നെ അയാളുടെ വീട്ടിൽ ആകെ പ്രശ്നമാണെന്ന്. അപ്പൊ കല്യാണം കഴിക്കാൻ ഇത്ര ചീത്തക്കാരെയാണോ? മനുഷ്യന്മാർക്ക് ഇത് ചീത്തയാണെങ്കിൽ ദേവന്മാർക്ക് എങ്ങനെ നല്ലതാവും? എന്നാലേ എനിക്ക് ഈ സീതാരാമ പ്രതിമ വേണ്ട, ഞാനിത് കളയാൻ പോവുകയാണ്. രാമായണം എനിക്ക് വളരെ ഇഷ്ടമാണ്, സീതാരാമ പ്രതിമയും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഈ പ്രതിമ വേണ്ട. അമ്മേ, അമ്മ ധ്യാനിക്കുന്ന ശിവന്റെ വിഗ്രഹമില്ലേ, അതുപോലത്തെ ഒരെണ്ണം എനിക്ക് വാങ്ങിത്തരുമോ? ശരി ശരി, അതൊക്കെ പിന്നെ ആകട്ടെ. ഇപ്പോൾ ഒന്ന് കിടന്നുറങ്ങാമോ? അമ്മേ, ഇന്നാളെ അമ്മ പറഞ്ഞില്ലേ ഹനുമാൻ കദളിവനത്തിലാ താമസിക്കുന്നേന്ന്. അപ്പോൾ നമ്മളുടെ വാഴത്തോപ്പ് പോയാൽ കാണാൻ പറ്റുമോ? എനിക്ക് ആ ഹനുമാനെ കാണാൻ എന്ത് കൊതിയാണെന്നോ. ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കട്ടെ. ഈ ഇരുട്ടത്ത് എങ്ങും പോകണ്ട, ഇപ്പോൾ ഒന്ന് കിടന്നുറങ്ങൂ.
എന്നാൽ പിന്നെ ആ ഹനുമാന്റെ കഥ ഒന്നുകൂടിയും പറഞ്ഞു തരുമോ? എനിക്കത് എത്ര കേട്ടാലും മതിയാവില്ല. ഒരിക്കൽ അതെല്ലാം പറഞ്ഞു തന്നതല്ലേ. ആട്ടെ, ഇനി ഒരു ദിവസം അതെല്ലാം വീണ്ടും പറഞ്ഞു തരാം. ഇപ്പോൾ കിടന്നുറങ്ങൂ. Ramakrishna Sharanam, Ramakrishna Sharanam, Ramakrishna Sharanam Sharanye. Ramakrishna Sharanam, Ramakrishna Sharanam, Ramakrishna Sharanam Sharanye. Kripa hi kevalam, Kripa hi kevalam, Kripa hi kevalam Sharanye. Prabhu Kripa hi kevalam, Kripa hi kevalam, Kripa hi kevalam Sharanye. Ramakrishna Sharanam, Ramakrishna Sharanam, Ramakrishna Sharanam Sharanye. Sharanagatoham, Sharanagatoham, Sharanagatoham Sharanye. Sharanagatoham, Sharanagatoham, Sharanagatoham Sharanye. Ramakrishna Sharanam, Ramakrishna Sharanam. Today, at the end of the second day program, these 5 children have given so much joy. It's so wonderful to see the children coming up on the stage, fearless, and they acted so well. And I must say, behind this, there are a few people who have taken a lot of interest in training these children. They are like the dews in the early morning. The garden, you find flowers are there, and early morning, before the flowers bloom, the dews have already fallen, and because of that, the flowers bloom. These children have blossomed today with such a wonderful talent, and this was possible because of some people who were behind this as dews. So, the first dew that fell on these young pushpas, that is flowers, was our Ashish Maharaj. Give him a nice clap. Ashish Maharaj, yes. And then, of course, other teachers were there. I don't need to name them, but my grateful thanks go to every one of them. And also for you, you have come. But as an audience, you failed in one test. You did not give a nice claps for these children. In Hindi we say, "Arey kya tali dete ho? Jor se tali do." Like that we say. Jor se tali do. So children, you have done very well. Though the voice was from outside, but if you have spoken yourself these words, that would have been much more interesting. But then nowadays, because of the mic, stage, etc., that is not possible. So anyway, you have acted very well. Particularly the mother of Bilay, she acted very well. And Bilay also acted very well. Actually, everyone is. That even that seller, what is that? Bomma seller. He was also very nice. And this girl, both of them did very well. I am very happy. Only with 5 children, some of the important elements of Swamiji's childhood days were brought here. I thought when the Naren was sitting there, I thought the snake is going to come. That another incident was there. So now I was thinking where the snake is coming now. So it was so wonderful, and I am very happy. May the Lord's blessings be on all of you. That is my prayer, okay? Thank you very much again, and thank you. It
was, the voices are theirs actually. They've recorded only. And it was a script. Yeah, their voice only, Maharaj. Their own voices. But we have just recorded. That's. ഇത് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് അത് നമ്മുടെ രവിപുരം ശാരദാ മഠത്തിൻ്റെ പ്രസിഡൻ്റായ പ്രവ്രാജിക അവ്യപ്രണ മാതാജിയുടെ അച്ഛൻ എഴുതിയതാണ്. അപ്പോൾ അത്രയും കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു എന്താ പറയുക, മേ ബി എ ഹിസ്റ്ററി അല്ല, ഒരു എപ്പിക്. അത് സ്വാമിജിയുടെ ജീവിതം മുഴുവനും ഒരു നാടക രൂപത്തിൽ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് അതിനെ. അതിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓരോ ഭാഗം എടുക്കുമ്പോഴും സ്വാമിജിയുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പല വഴികളും അതിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ചെറിയ വഴി നമ്മൾ ഇന്ന് നമ്മുടെ ബാലസംഘത്തിനും ബാക്കിയുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമ്മളത് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഓരോതിലും നമുക്ക് തുറക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പാർട്ടിസിപ്പൻസ് ബിലേ, അനീഫ്, ഭുവനേശ്വരി ദേവി, വിദ്യാലക്ഷ്മി, ബിലയുടെ ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത് ശിവപ്രിയ, ഭിക്ഷുവായിട്ട് അഭിനയിച്ചത് അവന്തിക, ബൊമ്മ കച്ചവടക്കാരനായിട്ട് അഭിനയിച്ചത് വിവേക്. ഇവരെല്ലാവരും നമ്മുടെ സൺഡേ ബാലസംഘത്തിലത്തെ കുട്ടികൾ തന്നെയാണ്. ഇതിൽ പിന്നാലെ വർക്ക് ചെയ്തതും സൺഡേ ബാലസംഘത്തിലത്തെ കുട്ടികൾ തന്നെയാണ്. അനീഫ്, മഹാദേവൻ, വാസുദേവ്, ശ്രീവർദ്ധൻ, എസ്പെഷ്യലി പ്രശാന്ത് അങ്കിൾ ബാലസംഘത്തിലുണ്ട്, നമ്മുടെ ഒപ്പം എല്ലാവരും ഉണ്ട്. അതിൽ കൂടുതൽ ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് സ്വാമി ഭുവനാത്മാനന്ദജി മഹാരാജിനോടും ബാക്കി മണി മഹാരാജിനോടും അതേമാതിരി ആശിഷ് മഹാരാജിനോടും ഒരുപാട് നന്ദി പറയണം ഗൈഡ് ചെയ്യണേന്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ട്രെയിനിങ്ങും ഒരു അമ്മമാരെയൊക്കെ ഇരുന്നത് ജയശ്രീ ടീച്ചർ, ചന്ദ്രിക ടീച്ചർ, ജയശ്രീ കേശവദാസ്, ജയശ്രീ പ്രേമചന്ദ്രൻ, ലത അമ്മ, ബിന്ദു പ്രഭാകരൻ, അങ്ങനെ കുറേ പേരുണ്ട്, ഒരു വലിയ ടീം. അവർക്കെല്ലാവർക്കും അത്. മഹാരാജ് ഭുവനാത്മാനന്ദ സ്വാമി 2 വാക്ക് മഹാരാജ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ബാലസംഘത്തിൽ. കൺഗ്രാജുലേഷൻസ്. അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എത്ര പാടുപെട്ടിട്ടുണ്ട് നിങ്ങളെ പിടിച്ചിരുത്താൻ അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തു. ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അത് നമുക്ക് അടുത്ത ചാൻസിൽ ഉപയോഗിക്കാം. ഇതിനേക്കാൾ ഒത്തിരി നന്നായിട്ട് ചെയ്യാനുള്ള സർവ്വ ടാലൻസും ഉണ്ട്. വിവേക് ഈസ് ആൻ എക്സലൻ്റ് ആക്ടർ, അതെനിക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ശിവപ്രിയയുടെ ഡയലോഗുകൾ വളരെ ക്യൂട്ട് ഡയലോഗാണ്, വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അനീവ് ആണ് യോഗാചാര്യനാണ്, ഇരിപ്പ് കണ്ടാൽ അറിയാം, ഒരു യോഗിയാണ് അനീവ്. പിന്നെ അവന്തിക ശരിക്കും ഒരു ഭിക്ഷാരിയായിട്ട് തന്നെയാവുന്നത്, സന്യാസിനിയാവാനുള്ള സർവ്വലക്ഷണമുണ്ട് അല്ലേ. വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശരിക്കും വിദ്യ തന്നെയാണ്. നല്ല വിദ്യകളുണ്ട് കയ്യിൽ, ഒക്കെ ഒന്ന് ഇറക്കണം ഇനി നമുക്ക് അടുത്ത് തന്നെ. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്കെന്നെ കൂടുതൽ തരുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്. എല്ലാവരും പഠിക്കുക എന്ന് പറഞ്ഞ് മുന്തി വിടുമ്പോൾ ഈ കുട്ടികളെ ഇവിടേക്ക് അയക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ പങ്കെടുപ്പിക്കാനും കാണിക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സിനാണ് കുറച്ചും കൂടെ കൺഗ്രാജുലേഷൻസ് വേണ്ടത്. മറ്റു രക്ഷിതാക്കളും ഇതേപോലെ കണ്ട് പഠിക്കുകയും കുട്ടികളെ ഇങ്ങനെ ഒന്ന് വളർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ ഈ ആശയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴല്ല, വരാൻ പോകുന്ന കാലത്ത് ഓരോന്നും കത്തി വരും. അതാണ് കുട്ടികളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയ ആശയത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ ചെറിയൊരു വിത്താണ്, അത് മുളച്ചു വരാൻ കുറച്ച് കാലം പിടിക്കും. അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം. ഇനി ഒന്നും ഇപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ അപ്പോൾ അത് മുളയ്ക്കും. അതേപോലെയാണ്. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും ഓർമ്മ വയ്ക്കുക. ഇപ്പോൾ പലരുടെയും കാലം കഴിഞ്ഞു എന്നറിയാം, എന്നാലും അവരൊക്കെ പേരക്കുട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെയെങ്കിലും ഇതേപോലെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതിൻ്റെ മുഴുവനും ക്രെഡിറ്റ് ശ്രീനഗറിൽ നിന്നിട്ട് ഈ ഡ്രാമ സെറ്റ് ചെയ്ത നമ്മുടെ അസീസ് മഹാരാജനാണ്.
ഓൺലൈൻ ഡയറക്ഷനാണ് അവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഫോൺ ചെയ്യും, സ്വാമിജി ഈ ഡയലോഗ് പോലെ ഓൺലൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അസീസ് മെഹ്റാന് ഒരുപാട് അഭിനന്ദനങ്ങൾ, നമസ്കാരം, താങ്ക്സ് എല്ലാം അസീസ് മെഹ്റാനിരിക്കട്ടെ.
അടുത്തതായി ശ്രീരാമകൃഷ്ണ ദേവൻ എന്ന അവതാര വരിഷ്ഠനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് പൂജനീയ സ്വാമി തത്പുരുഷാനന്ദ സ്വാമിജിയാണ്. സ്വാമിജി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാമിജി രാമകൃഷ്ണ മഠം കായംകുളത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഓം ജനനീം ശരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ഇവിടെ ഈ ഭക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിഷയം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവതാര വരിഷ്ഠനായ ശ്രീരാമകൃഷ്ണദേവൻ. ആദ്യമായിട്ട് അവതാര വരിഷ്ഠൻ എന്ന് ശ്രീരാമകൃഷ്ണദേവനെ പറഞ്ഞത് ശ്രീമദ് വിവേകാനന്ദ സ്വാമിജി ഈ പ്രണാമ മന്ത്രത്തിലൂടെയാണ്. ഞാനിവിടെ തുടങ്ങുമ്പോൾ ചൊല്ലിയ പ്രണാമ മന്ത്രത്തിൽ സ്ഥാപകായ ച ധർമ്മസ്യ, ധർമ്മത്തിൻ്റെ സ്ഥാപകനും സർവധർമ്മസ്വരൂപിണേ, സർവധർമ്മങ്ങളുടെയും ഏകീകരണം, സർവധർമ്മത്തിൻ്റെയും സ്വരൂപം, അതായത് സർവമതത്തിൻ്റെയും സർവധർമ്മത്തിൻ്റെയും സ്വരൂപമായിട്ടുള്ള അങ്ങനെയുള്ള ദേവനും ആയിട്ടുള്ള അവതാര വരിഷ്ഠനായ ശ്രീരാമകൃഷ്ണദേവന് നമസ്കാരം, പ്രണാമം. ഇതാണ് വിവേകാനന്ദ സ്വാമിജി നമുക്ക് വേണ്ടി തന്ന ശ്രീരാമകൃഷ്ണ പ്രണാമ മന്ത്രം. ഇത് എവിടെ വെച്ചാണ് ഈ ശ്രീരാമകൃഷ്ണ മന്ത്രം പുറത്ത് വന്നത്? വിവേകാനന്ദ സ്വാമിജിയിൽ കൂടെ നമുക്ക് കിട്ടിയത് ശ്രീ നവഗോപാൽ ഘോഷ് എന്ന് പറഞ്ഞ ഒരു ശ്രീരാമകൃഷ്ണ ഭക്തൻ്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണ ദേവന് ഒരു പൂജാഗൃഹം നിർമ്മിച്ച് അതിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഫോട്ടോ പ്രതിഷ്ഠിക്കുമ്പോൾ അതിനുവേണ്ടി ബേലൂർ മഠത്തിൽ വന്ന് സ്വാമിജിയെയും ബ്രഹ്മചാരിമാരെയും എല്ലാം ക്ഷണിക്കുകയാണ്. വിവേകാനന്ദ സ്വാമി ക്ഷണം സ്വീകരിച്ച് ഇത് 1897 ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും വാർഷികം 125-ാം വാർഷികം ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രണാമ മന്ത്രത്തിൻ്റെയും 125-ാം വാർഷികമാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. സ്വാമിജി അവിടെ രാവിലെ അവിടേക്ക് പോയി സാധാരണ കാവ്യവസ്ത്രം, ഗിർവ ക്ലോത്ത്, അതായത് കാവ്യവസ്ത്രം ധരിച്ച് നഗ്നപാതനായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അവിടെ പോയി പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമസ്കരിച്ച് ഈ മന്ത്രം ചൊല്ലുകയാണ് ഉണ്ടായത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. അവതാര വരിഷ്ഠനായാണ് ശ്രീരാമകൃഷ്ണദേവനെ വിശേഷിപ്പിച്ചത്. വരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള, ഈ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു അവതാരമായിട്ടാണ് വിവേകാനന്ദ സ്വാമിജി ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത്. എന്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജി ശ്രീരാമകൃഷ്ണദേവനെ സമീപിക്കുമ്പോൾ മുഴുവൻ അവിശ്വാസമായിരുന്നു? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിശ്വാസം വന്നിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഒരു കാര്യം അറിയാനുള്ള ആഗ്രഹവുമുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവുമുണ്ടായിരുന്നു. ആദ്യം ശ്രീരാമകൃഷ്ണദേവനെ
കണ്ട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ്. ഉടനെ തന്നെ ഉത്തരം വന്നു, ഉണ്ട് കുഞ്ഞെ, കണ്ടിട്ടുണ്ട്. വ്യക്തമായി കാണുന്നുണ്ട്, നിന്നേക്കാൾ കൂടുതൽ വ്യക്തമായി ഞാൻ കാണുന്നു എന്നാണ്. അതോടുകൂടി വിവേകാനന്ദ സ്വാമിജിക്ക് സംശയമെല്ലാം തീർന്നു. ഉണ്ട്, കാണാൻ പറ്റും, ഉണ്ട്, ഈശ്വരനുണ്ട്. പിന്നീട് അങ്ങോട്ട് വിവേകാനന്ദ സ്വാമിജി ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ് ശരിയായി വിശ്വസിക്കുകയാണ്. ആദ്യമെല്ലാം ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോൾ ശ്രീരാമകൃഷ്ണദേവന് എന്തോ ഒരു മാനസിക വിഭ്രാന്തിയാണ് എന്നെല്ലാമാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരുന്നത്. ഈ അവിശ്വാസിയായ, വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത നരേന്ദ്രനാഥനെ യഥാർത്ഥ ശ്രീരാമകൃഷ്ണദേവൻ എന്തു പറഞ്ഞുവോ അതെല്ലാം ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തോ അതെല്ലാം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് മാത്രമാണ് എന്ന് പറയാൻ ഉള്ള ആ ഒരു അവസ്ഥയിലേക്കാക്കി തീർത്തു. അവിടെയാണ് ശ്രീരാമകൃഷ്ണൻ്റെ വിജയം. അതേപോലെ തന്നെ സന്യാസി ശിഷ്യന്മാരെല്ലാം വചനാമൃതത്തിൽ, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ആദ്യത്തെ പേജുകളിൽ തന്നെ കാണാം, വിവേകാനന്ദ സ്വാമി ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഈശ്വര ദർശനത്തിനുള്ള ഉപായത്തെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മാസ്റ്റർ മഹാശയൻ ചോദിക്കുന്നുണ്ട്, ഈശ്വര ദർശനം സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ് എന്ന് സംശയലേശമന്യേ, ഒരു സംശയവുമില്ലാതെ പറയുകയാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമി എന്ന സന്യാസി ശിഷ്യൻ ചോദിച്ചു, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഈശ്വര ദർശനം സാധ്യമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഗൃഹസ്ഥ ശിഷ്യന്മാരോടും പറഞ്ഞു, തീർച്ചയായും കാണാൻ സാധിക്കും. ഈശ്വരൻ്റെ നാമജപം, ഗുണകീർത്തനം, ഇതെല്ലാമാണ് അതിനുള്ള ഉപാധി എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏവർക്കും, സന്യാസിമാർക്കാവട്ടെ ഗൃഹസ്ഥന്മാർക്കാവട്ടെ, രണ്ടുപേർക്കും ഈശ്വരദർശനം സാധ്യമാണ് എന്ന് തറപ്പിച്ച് ഉടനെ തന്നെ പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ശ്രീരാമകൃഷ്ണദേവൻ വന്നത് സന്യാസിമാർക്ക് വേണ്ടി മാത്രമല്ല, ഗൃഹസ്ഥന്മാർക്കും കൂടെ, ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന, ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ള അവർക്കും കൂടെ മാർഗദർശനം, ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തുവാനുള്ള മാർഗദർശനം അത് നൽകുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതം വായിക്കുമ്പോൾ, വാക്കുകൾ വായിക്കുമ്പോൾ അത് നമുക്ക് വെളിവാകും. നമ്മുടെ എല്ലാ സംശയങ്ങളും തീർന്ന്, ഭഗവാനെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും തീർന്ന് മനസ്സ് ഈശ്വരനിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഈശ്വരനെ മുഖത്തോട് മുഖം കാണാൻ സാധ്യമാക്കുന്ന ഇതാണ് ശ്രീരാമകൃഷ്ണ ദേവൻ്റെ ജീവിത ചരിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ്. അന്ന് 1836 ആണ് ശ്രീരാമകൃഷ്ണദേവൻ ജനിച്ചത്. അക്കാലത്ത് ഭാരതീയമായത് എന്തും തെറ്റാണ്. നമുക്ക് ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഭാരതത്തിൽ ഉള്ള ഭാരതീയ സംസ്കാരത്തെയും എല്ലാം തള്ളിപ്പറഞ്ഞ് വിദേശ സംസ്കാരത്തിൻ്റെ കൂടെ പോകണം എന്നുള്ള ഒരു ചിന്ത കൽക്കട്ടയിലുണ്ടായിരുന്നതാണ്. കൽക്കട്ട അന്ന് ഭാരതത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടെ വിദേശ ഭരണത്തിൻ്റെ കീഴിൽ ഇങ്ങനെയുള്ള വിദേശികളുടെ സ്വാധീനം കൂടുതലുണ്ടാകുന്ന കാലമായിരുന്നു. ആ കാലത്ത് ഒരു ഇംഗ്ലീഷ് ഭാഷയോ അതല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതെ നാടൻ ഭാഷ സംസാരിക്കാൻ പോലും ശരിയായിട്ടുള്ള ഉച്ചാരണം പോലും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയുള്ള ഒരു
സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ഒരു ദക്ഷിണേശ്വരത്തിലെ പൂജ ചെയ്ത് ജീവിച്ച് ആത്മസാക്ഷാത്കാരത്തിലേക്ക് വന്ന് എങ്ങനെ സാധ്യമാകും ഒരു സാധാരണ മനുഷ്യനെ എന്ന് കാണിച്ചു തരികയാണ് ശ്രീരാമകൃഷ്ണൻ ചെയ്തത്. വിവേകാനന്ദ സ്വാമിജി ഒരിക്കൽ ശ്രീരാമകൃഷ്ണൻ്റെ അവസാന കാല ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കാശീപുരം ഉദ്യാനത്തിൽ അസുഖബാധിതനായി അർബുദബാധിതനായി കിടക്കുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമിജി വിചാരിച്ചു, ശ്രീരാമകൃഷ്ണൻ അവതാരമാണ് എന്നെല്ലാം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമൊക്കെയുണ്ട്. ഈ അസുഖബാധിതനായ ഈ സമയത്ത് ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഞാൻ അവതാരമാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് വിവേകാനന്ദ സ്വാമിജി ഉള്ളിൽ ഒരു ചെറിയൊരു ചിന്ത വരികയാണ്. ആ സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ, എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത ശ്രീരാമകൃഷ്ണദേവൻ സർവശക്തിയും സംഭരിച്ച് നരേൻ്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, നരേൻ, ഇനിയും നിനക്ക് വിശ്വാസമായില്ലേ? ത്രേതായുഗത്തിൽ രാമനായിട്ട് ആരാണോ വന്നത്, ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് ആരോ വന്നത്, അതേ ആൾ തന്നെയാണ് ഇവിടെ ഈ രാമകൃഷ്ണ രൂപത്തിൽ വന്നിട്ടുള്ളതെന്ന്. ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയെ കലോ പൂർണ്ണാവതാരായ രാമകൃഷ്ണായ തേ നമ. നോക്കൂ, ശ്രീരാമകൃഷ്ണദേവനെ എങ്ങനെയാണ് അവതാര വരിഷ്ഠനായിട്ട് വിവേകാനന്ദ സ്വാമി വിശേഷിപ്പിച്ചതിൽ മഹത്വം നോക്കൂ. ശ്രീരാമകൃഷ്ണദേവനെ ഒരുപാട് പരീക്ഷിച്ചതാണ്. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ടാണ് ഭഗവാനെ അംഗീകരിച്ചത്. പണം കൈകൊണ്ട് തൊടാൻ ശ്രീരാമകൃഷ്ണന് സാധിച്ചിരുന്നില്ല. ഇതുപോലും വിവേകാനന്ദ സ്വാമി പരീക്ഷിച്ചു. കിടക്കയുടെ അടിയിൽ നാണയം വെച്ച് ശ്രീരാമകൃഷ്ണനെ പരീക്ഷിച്ചു. ഉടനെ ശ്രീരാമകൃഷ്ണൻ കിടക്കയിൽ തുടങ്ങുമ്പോഴേക്കും ചാടി എഴുന്നേറ്റു, ദേഹം കോച്ച് വലിക്കാൻ തുടങ്ങി. എന്നിട്ട് ഷീറ്റെല്ലാം കുടഞ്ഞു നോക്കുമ്പോൾ ഒരു നാണയം അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നു. വിവേകാനന്ദ സ്വാമി അപ്പുറത്ത് നിൽപ്പുണ്ട്, ഒന്നും പറഞ്ഞില്ല. ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലായി, ഇങ്ങനെ തന്നെയാണ് നീ ചെയ്യേണ്ടത്, ഇങ്ങനെ പരീക്ഷിച്ചിട്ട് വേണം ഗുരുക്കന്മാരെ സ്വീകരിക്കാൻ എന്ന് സന്തോഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നിന്ന് വേറൊരു പാഠം കൂടി പഠിക്കാനുണ്ട്. നിരന്തരമായിട്ടുള്ള സാധന കൊണ്ട് ഏവർക്കും സാധ്യമാണ് ഈ രീതിയിൽ എങ്ങനെ അറിയാതെ പോലും ഈ അബദ്ധസഞ്ചാരം നടത്താൻ സാധ്യമാകുകയില്ല. അവിടേക്ക് പോകാതെ നമ്മുടെ മനസ്സ് ആത്മാഭിമുഖമാക്കി തീർക്കാൻ സാധിക്കും. സദാചാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കും എന്നുള്ള ഒരു ഇത്. ശരീരം അങ്ങോട്ട് പോകാതെ, ശരീരം ആ സാധനാമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോൾ ശരീരം പോലും ഉടനെ തന്നെ പ്രതികരിച്ച് അതിൽ നിന്നും പിൻവലിച്ച് സദാചാര ഉന്മുഖനാക്കി തീർക്കും എന്നുള്ള ഇതുകൂടെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ വേറെ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞാൽ, ശ്രീരാമൻ മാതൃകാ ജീവിതം കൊണ്ടാണ് മാരെ ഹനിക്കുകയും ശിക്ഷ സംരക്ഷണം നടത്തുകയും ചെയ്തു. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമഹി എന്ന് പറഞ്ഞു. അപ്പോൾ അധർമ്മത്തിൻ്റെ ഉയർച്ചയുണ്ടാകുമ്പോൾ ഞാൻ ശിക്ഷ സംരക്ഷണത്തിന് വേണ്ടി അവതരിക്കുമെന്ന് പറഞ്ഞു. അവിടെ രാമൻ മാതൃകാ ജീവിതം കൊണ്ടും സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും ദുഷ്ടന്മാരെ ഹനിച്ച് ശിഷ്ടന്മാരെ സംരക്ഷിച്ചു. രാവണനെ കൊന്നു, ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു. ഈ ഋഷിമാർക്കും മുനിമാർക്കും ഈ സാധനങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് ഋഷിമാരെ കൊന്നു. കൃഷ്ണനും അത് തന്നെയാണ്, അത് ചെയ്തു. മാത്രമല്ല, കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശം കൊണ്ടുപോലും ഭഗവത്ഗീത എപ്പോഴും ശിഷ്ടന്മാർ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ധർമ്മം ഉപദേശിക്കുന്നു. ഇങ്ങനെ ധർമ്മ സംരക്ഷണം ചെയ്തു. ഭഗവാൻ ശ്രീരാമകൃഷ്ണനാകട്ടെ മാതൃകാ ജീവിതം കൊണ്ടും ഉപദേശം കൊണ്ടും
രണ്ടുകൊണ്ടും ചെയ്തു, ശിഷ്ട സംരക്ഷണം ചെയ്തു. പക്ഷേ ആയുധമെടുത്തില്ല. മറ്റു രണ്ടുപേരും ക്ഷത്രിയ വംശനായി ജനിച്ച് ആയുധമെടുത്തു, ശിഷ്ട സംരക്ഷണം ചെയ്തു. പക്ഷേ ശ്രീരാമകൃഷ്ണൻ ബ്രാഹ്മണനായി ജനിച്ച് ആയുധമെടുക്കാതെ അവരുടെ മനസ്സിലെ ദുഷ്ടത്വത്തെ ഹനിച്ച് ശിഷ്ടന്മാരാക്കി തീർത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഗിരീഷ് ചന്ദർ ഘോഷ് അദ്ദേഹം എത്ര കണ്ട് അബദ്ധസഞ്ചാരം നടത്തിയ ഒരാളായിരുന്നു, ഗൃഹശിഷ്യനായിരുന്നു. അദ്ദേഹത്തെ ശിഷ്ടനാക്കി, മനസ്സിൽ മാറ്റം വരുത്തി ശിഷ്ടനാക്കി തീർക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഉറച്ചു നിന്ന്, സത്യത്തിൽ മാത്രം ഉറച്ചു നിന്നാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. പിന്നെ നമുക്കൊരു പ്രധാന കാര്യം നമുക്ക് നോക്കുന്നത്, ശ്രീരാമകൃഷ്ണൻ നമുക്ക് തന്ന 4 മഹാവാക്യങ്ങൾ നാം ഓർമ്മിച്ചാൽ മതി. ശ്രീരാമകൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം. ഒന്നാമതായിട്ട് കാമിനി കാഞ്ചന ത്യാഗം ആണ് ഒന്നാമത്തെ അത് പറയുന്നത്. ലെസ്റ്റ് ആൻഡ് ഗ്രീഡ്. കാമിനിയെ കാഞ്ചനം ഒന്ന് മാത്രമാണ് ആത്മീയ അധ്യാത്മ സാധനയ്ക്ക് വിഘാതമായി കാമിനി കാഞ്ചനമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ത്യജിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികമായ പുരോഗതിക്ക് ആക്കം കൂടും. എല്ലാ ആചാര്യന്മാരും ഇതാണ് പറയുന്നത്. ഒന്നാമത്തെ ശത്രു ഇന്ദ്രിയ സുഖഭോഗം തന്നെയാണ്. ഗീതയിലും പറഞ്ഞു, തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത് വേണ്ടത്. അതേപോലെ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുക, ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുക. ഇതാണ് കാമിനി കാഞ്ചന ത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് യഥമത് തഥപത്. ഇത് ഭഗവാന്റെ വലിയൊരു വാക്യമാണ്. എത്രയും മതങ്ങളുണ്ടോ അത്രയും മാർഗങ്ങൾ. ഇത് ആദ്യമായി പറയുന്നത് ശ്രീരാമകൃഷ്ണദേവനായിരിക്കും. ശ്രീകൃഷ്ണൻ്റെ കാലത്ത് ഒരുപാട് കുറച്ച് മാർഗങ്ങൾ, വിവിധ സമ്പ്രദായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ കൂട്ടിയോജിപ്പിക്കൽ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. രാമൻ്റെ കാലത്ത് അങ്ങനെ അത്ര ഒരു വിഭിന്ന മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലത്ത് വിവിധ മതങ്ങളും വിവിധ സമ്പ്രദായങ്ങളും എല്ലാ സ്ഥലത്തും പരസ്പരം പോരാടി നശിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ ആ സമയത്ത് എല്ലാ സാധനങ്ങളിൽ കൂടിയും ഹിന്ദുമതത്തിലെ വിവിധ മാർഗങ്ങളിൽ കൂടിയുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ച് സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. ശ്രീരാമനായാലും സീതാദേവിയായാലും ഹനുമാനായാലും എല്ലാവരെയും സാധന ചെയ്ത് ഹനുമത് സാധന ചെയ്ത് അതിൽ ലയിക്കുന്നു. സീത ഇങ്ങോട്ട് എല്ലാ ഉപാസന ചെയ്യുമ്പോൾ ആ ദേവത ശ്രീരാമകൃഷ്ണദേവനിലേക്ക് ഇങ്ങോട്ട് ലയിക്കുകയാണ് ചെയ്യുന്നതാണ് നാം കാണുന്നത്. അതേപോലെ ക്രിസ്തുവിനെ സാധന ചെയ്ത് സാക്ഷാത്കരിക്കുന്നു. അതുപോലെ ഇസ്ലാം സാധന ചെയ്ത് ഇസ്ലാം മതവും സാക്ഷാത്കരിക്കുന്നു. പക്ഷേ എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ, സ്വന്തം അനുഭൂതിയുടെ തലത്തിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായി തീരുന്നു, മറ്റുള്ളവർ സ്വീകരിക്കുന്നു, സംശയം ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യഥമത്, എല്ലാ മതങ്ങളും ഓരോ മാർഗങ്ങളാണ്, ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളാണ്. എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. എങ്ങനെ? വ്യത്യസ്ത കടവുകളിൽ നിന്നും വെള്ളം ഓരോരുത്തരെ എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ പേര് പറയുന്നത് പോലെ, ഏകം എന്നാണ് പറയുന്നത് പോലെ.
മൂന്നാമത് മഹാവാക്യങ്ങളിൽ മൂന്നാമത് പറയുകയാണെങ്കിൽ ശിവജ്ഞാനേർ ജീവർ സേവ ഇവിടെ പറയുണ്ടായി. അതിൻ്റെ ഉദാഹരണം ഭഗവാന്റെ വാക്കുകൾ ഇവിടെ ഇതിനു മുമ്പുള്ള സ്വാമിജി വിധസംഗാനന്ദ സ്വാമി പറഞ്ഞു. ഒരിക്കൽ ഒരു വൈഷ്ണവൻ വന്ന് ജീവനിൽ ദയ എന്ന് പറയുമ്പോൾ ജീവനിൽ ദയ കാണിക്കുകയോ ദയ കാണിക്കുവാൻ നീ ആര്? മനുഷ്യനെ ഈശ്വരനായി കണ്ട് സർവ്വ ജീവജാലങ്ങളെയും ഈശ്വരനായി കണ്ട് പൂജിക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ്. അതൊരു പുതിയ അറിവായിരുന്നു. ഇതിനെയാണ് വിവേകാനന്ദ സ്വാമികൾ സ്വീകരിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതും സേവന മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയതും. അല്ലാതെ നമ്മൾ ദയ തോന്നിയോ കരുണ തോന്നിയോ അല്ല ഒരു ആൾക്ക് സേവനം ചെയ്യുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ട ആ ഒരു മനോഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവായിരുന്നു. ഈ ശിവജ്ഞാനേർ ജീവേർ സേവ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരാളെ സ്വാമിയെ വിവേകാനന്ദ സ്വാമിയെ ഉദ്ദീപിപ്പിച്ച ഒരു മഹാമന്ത്രം. അടുത്തതായിട്ട് വ്യാകുലതയും വിശ്വാസവുമാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. വ്യാകുലത എന്ന് പറഞ്ഞാൽ വ്യാകുലത വേണം. ഈശ്വരനെ കാണുമെങ്കിൽ വ്യാകുലത വേണം. എങ്ങനെയുള്ള വ്യാകുലത? വളരെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹം. എല്ലാവർക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി കുടം കണക്കിന് കണ്ണീർ ചൊരിയും. പക്ഷേ ഭഗവാന് വേണ്ടി ആർക്കറിയുന്നു എന്ന് ശ്രീരാമകൃഷ്ണൻ ചോദിക്കും. ഭഗവാന് വേണ്ടി ശരിയായി കരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ആ വ്യാകുലത കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തിൽ കാളീദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കാളീദേവിയെ സ്വയം മുന്നിൽ ദർശിച്ചത്. ഈ വ്യാകുലത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമത്തെ കാര്യം അടുത്ത വ്യാകുലതയും വിശ്വാസവും. വിശ്വാസം വേണം. എങ്ങനെയുള്ള വിശ്വാസം വേണം? അതിലെ വചനാമൃതത്തിൽ പറയുന്നുണ്ട്, ഹനുമാൻ രാമനാമത്തിലുള്ള വിശ്വാസത്തിൽ സമുദ്രം ചാടിക്കടന്നു. പക്ഷേ രാമന് ചിറകെട്ടേണ്ടി വന്നു എന്ന് പറയും. ഇതൊരു വലിയൊരു ഇതാണ്. കാരണം ആ വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സംസാര സമുദ്രം കടന്ന് ഈശ്വരനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതെല്ലാം നമ്മുടെ കൺമുന്നിൽ ഉള്ള ഈ അവതരിച്ച ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു തന്ന വാക്യങ്ങളാണ്. ഇതിനെല്ലാം നോക്കുകയാണെങ്കിൽ എത്ര അർത്ഥവത്തായിരിക്കുന്നു എന്നുള്ളത് ശ്രീരാമകൃഷ്ണൻ എല്ലാ സ്ഥലത്തും ഇപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തിരോധാനത്തിന് ശേഷവും നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ എങ്ങനെ ദർശനം കിട്ടുന്നു എന്നുള്ള ഓരോ ഇൻസിഡൻറ്റും നോക്കിയാൽ നമുക്കറിയാം. മുമ്പ് ഇപ്പോൾ സംസാരിച്ച വിനർമുക്താനന്ദ സ്വാമി ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ആരാധിക്കുന്ന ഈ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതുപോലെ ശ്രീരാമകൃഷ്ണൻ്റെ വരച്ച ഒരു ചിത്രമുണ്ട്, ഛായാപടം. അതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാവും. ഒരു വിദേശ ചിത്രകാരൻ, ഇറ്റാലിയൻ ചിത്രകാരനാണത് വരച്ചത്. ഒരിക്കലൊരു ദർശനം കിട്ടുകയാണ്, ഒരാളുടെ ദർശനം. അത് സ്വപ്നത്തിൽ കണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഉറങ്ങുന്ന സമയത്താണ്, കിടക്കുന്ന സമയത്താണ്. അപ്പോൾ നോക്കി, സ്വപ്നമല്ല, ചുറ്റും നോക്കിയപ്പോൾ എല്ലാം അതേപോലെ തന്നെയുണ്ട്. താൻ ഉറങ്ങിയിട്ടില്ല. ആ രൂപം അതേമാതിരി കോറിയിടാണ് പേപ്പറിൽ, ഒരു കടലാസ് എടുത്തിട്ട്. അതൊരു ഇന്ത്യൻ യോഗിയാണ് എന്ന് മാത്രം അദ്ദേഹത്തിന് ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ചിത്രം നോക്കി ചോദിക്കും, അങ്ങ് ഇദ്ദേഹത്തെ അറിയില്ല എന്ന് പറയും. പിന്നീട് നമ്മുടെ അഭേദാനന്ദ സ്വാമിജി അവിടെ കുറേ കാലത്തിന് ശേഷം പോവുകയാണ് അമേരിക്കയിൽ അവിടെ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ ചിത്രകാരൻ വരികയാണ്. അപ്പോൾ അഭേദാനന്ദ സ്വാമി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കിൽ ശ്രീരാമകൃഷ്ണൻ്റെ ചിത്രമുണ്ട്.
ജനലിൻ്റെ അവിടെ ഉള്ളിലാണ്. അപ്പോൾ ജനലിൻ്റെ കർട്ടൻ കാറ്റടിച്ച് മാറിയപ്പോൾ ഈ ചിത്രകാരൻ നേരെ മുന്നിലിരിക്കുന്നത് പിന്നിലെ കാണുകയാണ് ഈ ഫോട്ടോ. ഉടനെ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഞാൻ കണ്ടിരിക്കുന്നു, അങ്ങയെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുക. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ചിത്രം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ ഗുരുദേവനാണ്. നോക്കൂ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഗുരുദേവൻ്റെ ചിത്രം. നിങ്ങൾ എൻ്റെ മൈ മാസ്റ്റർ എന്നുള്ള ഇംഗ്ലീഷിലുള്ള ചിത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവറായിട്ട് ഈ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, വരച്ച ചിത്രമാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവതാര വരിഷ്ഠൻ എന്ന് പറയാൻ ഏത് രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? എല്ലാവരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനെ നാം തിരിച്ചറിയുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ അവതാര ദൗത്യം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സദാചാര ദുരാചാര വിഘാതായ സദാചാര പ്രവർത്തിനെ എന്ന് ശ്രീരാമകൃഷ്ണ അഷ്ടോത്തര ശതനാമ സ്തോത്രത്തിൽ പറയും. ദുരാചാരത്തെ ഇല്ലാതാക്കി സദാചാരത്തിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും, അതിനു വേണ്ടിയാണ് ശ്രീരാമകൃഷ്ണദേവൻ അവതരിച്ചത് എന്ന് നമുക്ക് പറയാം. അതുപോലെ നമ്മളെ ദുരാചാരത്തിൽ നിന്നും നിവർത്തിച്ച് സദാചാരത്തിൽ പ്രവർത്തിക്കാൻ ആ ശ്രീരാമകൃഷ്ണദേവൻ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ശ്രീരാമകൃഷ്ണദേവൻ്റെയും ശാരദാദേവിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും എല്ലാം അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. നമുക്ക് സദാചാര നിരതരായി ആധ്യാത്മിക സാധനയിലൂടെ ശ്രീരാമകൃഷ്ണ പറഞ്ഞ വചനാമൃതം വായിച്ചും ശ്രവിച്ചും നമ്മുടെ സാധനങ്ങൾക്ക് വേഗം കൂട്ടി മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ ശ്രീരാമകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഉള്ള ഒരു പ്രയത്നമാണ് ഈ ഭക്തസമ്മേളനം നടക്കുന്നത്. ശാന്തിയും സമാധാനവും നമുക്ക് ഏവർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.